യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ആ ഭാഗത്തേക്ക് വന്നില്ല. ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ചിന്തിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് ദൈവം അനുവദിച്ചാൽ എത്തിപ്പെടാമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം. യോഹന്നാന്റെ സുവിശേഷം ഇന്നലെ ചില കാര്യങ്ങൾ ഓർപ്പിച്ചല്ലോ. മറ്റ് 3 സുവിശേഷത്തിൽ നിന്നും നമുക്കറിയാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. മത്തായി, മർക്കോസും ലൂക്കോസും രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് വിശേഷിച്ച് ഇവരെല്ലാം വചനം പഠിപ്പിക്കുന്നവരാ. ബിജു പാസ്റ്റർ സഹിതം മുളക്കഴിയിലുമൊക്കെ നന്നായിട്ട് യോജന പഠിപ്പിക്കുന്നവരാ. അപ്പോൾ മറ്റ് 3 പേരും എഴുതിയ ചില കാര്യം യോഹന്നാൻ വിട്ടുകളഞ്ഞു, എഴുതിയില്ല. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി, അവിടുത്തെ ജനനത്തോട് സംബന്ധിച്ച വിഷയങ്ങൾ, പേർ വഴി ചാർത്തുന്നത്, അതുപോലെ തന്നെ ആട്ടിടയന്മാർക്ക് ദൂതപ്രത്യക്ഷത വന്നത്, മറിയയുടെ അടുക്കൽ വന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്, യോസേപ്പിന് നിർദ്ദേശം കൊടുത്തത്, കർത്താവിനെ പ്രസവിച്ച ഇടം, ആ സംഭവങ്ങളൊന്നും യോഹന്നാൻ എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇത് വലിയ വിഷയമാണ്. നമ്മൾ 40 ഇരുന്ന ഇനി അറിയാൻ വേറെ ആരും ഇല്ല. ഒന്നിരുന്നിട്ട് തന്നെ ഒക്കുന്നില്ല. നമ്മളേക്ക് തന്നെ അമ്മാമേ ഉപവാസ എത്ര ദിവസമാണ്? ഒരു ദിവസവും അങ്ങോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം കഞ്ഞിയും വെള്ളം കുടിക്കാതിരിക്കുന്നതിൻ്റെ. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. 1-ാം പ്രതി ഞാനാ. നമ്മളൊരു ഉപവാസ പ്രാർത്ഥന നടത്തുക ആണെങ്കിൽ ഇപ്പം മാധ്യമങ്ങൾ ഒത്തിരി ഉണ്ട്, എല്ലായിടത്തും അറിയിക്കും, ഇല്ലേ? അറിയിക്കും. പിന്നെ നോട്ടീസിലെല്ലാം പേരുകളാണ്. ഡോക്ടർ റവറൻ സോ ആൻഡ് സോ, ഇന്ന് മറ്റ് അടുത്ത ആള്, ഇങ്ങനെ ഉദ്ഘാടനം, ഉപവാസ പ്രാർത്ഥന ഉദ്ഘാടനം, അതൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ വലിയ വിഷയങ്ങളാണ്. അപ്പൊ നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച ആ സംഭവം യോഹന്നാൻ എഴുതിയിട്ടില്ല. ചില എന്തെങ്കിലും പുള്ളിക്ക് ഉപവാസ പ്രാർത്ഥനയോട് വലിയ താല്പര്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവത്തിന് മഹത്വം. ഇങ്ങനെ മറ്റ് 3 പേരും രേഖപ്പെടുത്തിയ ചില വിഷയങ്ങൾ യോഹന്നാൻ അങ്ങ് വിട്ടുകളഞ്ഞു. തന്നെയല്ല, നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം ശരിയായ വിധത്തിൽ ധ്യാനിച്ച് പഠിച്ചാൽ ഈ യോഹന്നാന്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയ, പക്ഷെ പുള്ളിയുടെ പേര് ഒരൊറ്റ അധ്യായത്തിൽ ഒരു വാക്യത്തിലും ഇല്ല, പേരില്ല. നമ്മളൊരു താളെഴുതിയാൽ മതി, അതിൽ 8 പ്രാവശ്യം നമ്മുടെ പേര്. ഒക്കുന്നില്ലെങ്കിൽ എങ്ങനെയാലും നമ്മൾ തിരികെ. പിന്നെ ഇതിനെപ്പറ്റി പഠിച്ച കർത്തൃദാസന്മാർ പറയുന്നത് ഏതാണ്ട് 30-ൽ കൂടുതൽ ആൾക്കാരുടെ പേര് യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. പ്രഗത്ഭരും പ്രഗത്ഭരല്ലാത്തവരും. നിക്കോദോമസിനെ പോലുള്ള ആൾക്കാരുടെ പേരുകളുണ്ട്, കുറഞ്ഞ ആൾക്കാരല്ല. മന്ത്രി, അരിമതിയിലെ മന്ത്രി യോസേപ്പിന്റെ പേരൊക്കെ പ്രഗത്ഭരാവര്. അവരുടെ എല്ലാം പേരുകളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തി. പ്രശസ്തരും അല്ലെങ്കിൽ പ്രഗത്ഭരും അല്ലാത്തവരും. പക്ഷേ യോഹന്നാന്റെ പേര് ഒരു വാക്യത്തിൽ പോലും ഇല്ല. അത് അപ്പോസ്തലന്മാരിൽ ചിലരുടെ വിശേഷതകളാണ്. മത്തായി അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. യേശു വന്നപ്പോൾ ചുങ്കസ്ഥലത്ത് ചുങ്കക്കാരൻ ഒരുത്തൻ ഇരിക്കുന്നു. പുള്ളിയുടെ കാര്യമാണ് ഇരിക്കുന്നു. നമ്മളായിരുന്നൊരു 5 അധ്യായം നമ്മുടെ മാനസാന്തരത്തെ പറ്റി. പിന്നെ തുടക്കം മുതൽ ഞങ്ങൾ തോമാസ്ലിക 52-ൽ കൊടുങ്ങല്ലൂർ വന്നു. അതിലെ ഒരു ശാഖ നമ്മുടെ മാനസാന്തരത്തെ പറ്റി എഴുതുന്നതാണ്. അതിൽ ഒരു ശാഖ കൊടുങ്ങല്ലൂർ വന്നു. അതിൻ്റെ ഒരു ശാഖ കുണ്ടറ ഏറിയയിലോട്ട്
വന്നു. കുണ്ടറയെന്നൊരു ശാഖ കൊട്ടാരക്കര, തൃക്കണ്ണമംഗല്, നെല്ലിക്കുന്നം, ഓടനാവട്ടം ഏരിയ വന്നു. അതിൻ്റെ ഒരു ഉപശാഖ നീലേശ്വരത്ത് വന്നു. അതിൻ്റെ ഒരു ഉപശാഖയിൽപ്പെട്ടയാളാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ. എന്നിട്ടാ പിന്നെ നമ്മുടെ ചരിത്രം. നിങ്ങൾ എന്നെ തുറച്ചു നോക്കുന്നേ. കുറ്റമല്ലി പറഞ്ഞത്. നമ്മൾ എഴുതിയാൽ അങ്ങനെ എഴുതുള്ളൂ. പക്ഷേ മത്തായി എഴുതിയത് ലേവി എന്ന് പറഞ്ഞൊരുത്തൻ ചുങ്കസ്ഥലത്തിരിക്കുന്നു. എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. പേരൊന്നും വെളിപ്പെടുത്തിയില്ല. ഇന്ന് ഇപ്പം ഇവിടെ നന്ദിവാചകം ബഹുമാനപ്പെട്ട സാറ് ചുരുക്കം വാചകത്തിൽ പറഞ്ഞു. ചിലയിടത്ത് നന്ദി പറഞ്ഞില്ലേ, പേര് പറഞ്ഞില്ലെങ്കിൽ സഭ രണ്ടാകും. സഭ നമുക്കപ്പുറം പോയി എലിയും സഭ തുടങ്ങാമെന്ന് പറയും. മാറേന്നല്ലേ പാസ്റ്ററുടെ പേര് മനഃപൂർവ്വം പറയാഞ്ഞതാ. അല്ലേ പിന്നെ എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് പൊന്നച്ചൻ്റെ പേര് മാത്രം പറഞ്ഞില്ല, ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരും എഴുതിക്കൊണ്ടാണ് പറയുന്നത്. കൂടെ നോക്കും, വിട്ടുപോയോ പറഞ്ഞല്ലേ വലിയ പ്രശ്നമാണ്. ആട്ടെ, എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന്റെ പേര് വെച്ചിട്ടില്ല, പേരില്ല. യോഹന്നാൻ പഠിക്കുന്ന നിങ്ങൾക്കറിയാം. ലൂക്കോസും അങ്ങനെ തന്നെ. ലൂക്കോസിന്റെ സുവിശേഷം പഠിക്കുമ്പോൾ പൗലോസും ശീലാസും എന്ന് ചേർത്ത് പേര് പറഞ്ഞു. പക്ഷെ കൂടെ ലൂക്കോസും ഉണ്ട്, പേര് പറഞ്ഞില്ല. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുക, ലൂക്കോസും ഉണ്ട്. പൗലോസ് ഉപദ്രവം ഏറ്റതൊക്കെ വിസ്തരിച്ചിട്ടുണ്ട്. കോലിനാലടി, കപ്പൽ ഛേദം, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, ഓറക്കളപ്പ്, പട്ടിണി, ഇത് ഈ കൂടെ എല്ലാം ലൂക്കോസ് ഉണ്ട്. പേര് പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ലൂക്കോസ് ഉണ്ടെന്നുള്ളതിന് തെളിവ് വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. ഇങ്ങനെ എഴുതിയേക്കുന്ന ലൂക്കോസ് എഴുതിയപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കപ്പലിൽ കയറി, ഞങ്ങൾ അവിടെ ത്രോവാസിലോപ്പ് പുള്ളിയുണ്ട്. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മളായിരുന്നല്ലോ വാട്സപ്പിനകത്തും അതിനകത്തല്ല, ഞാൻ ആ കൊണ്ടേ അടിക്ക് കയ്യും, ഞാൻ അന്നേ അങ്ങനെ പറയും. എൻ്റെ വെച്ചാൽ പൗലോസ് അത്രയും കൊണ്ടില്ല, എൻ്റെ പുറന്നിടുകയാ മറ്റവൻ അടിച്ച് വേണ ജിബായും പൊക്കി കാണിക്കും. ഇത് പ്രശ്നമാണല്ലോ, എന്നെ അങ്ങ് നിർത്തരുതെന്നാ. ഇത് വേണേ അങ്ങോട്ട് മാറ്റാം. എനിക്ക് ഈ കാലിന് വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഇവിടെ നടന്നെന്നൊക്കെ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെങ്ങും പേര് വെളിപ്പെടുത്തിയിട്ടില്ല. എബ്രായ ലേഖനവും പൗലോസാ എഴുതിയത്, പക്ഷേ അതിൻ്റെ തലക്കെട്ടിൽ പേര് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ പേര് വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു നല്ല ചിന്തയല്ല. കാരണം അവരാ പറഞ്ഞത് നമുക്കൊരു പേരുണ്ടാക്കണമെന്ന്. ആര്? ദൈവത്തിനെതിരെ ഗോപുരം പണിതവരും. എൻ്റെ വിഷയം അതല്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. തന്നെയല്ല, ചിലരുടെ മുഖത്തൊരു മ്ലാനതി. വെറുതെ എന്തിനാ ഈ യോഗം അലോക്യമായിട്ട് തീരുന്നേ? അപ്പൊ എന്തായാലും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വിശേഷത, തൻ്റെ പേരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒത്തിരി വിശേഷതയുണ്ട്. മറ്റ് 3 പേരും വെളിപ്പെടുത്താത്ത ചില വിഷയം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം നിങ്ങൾക്കറിയാം, കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി
അപ്പൊ ശ്രദ്ധിക്കുക, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ വിഷയം മറ്റു 3 പേരും വെളിപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടിയാണ് നാം അത് പഠിക്കുന്നത്. നിക്കോദോമസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. ഇത് മറ്റു 3 പേരും വിസ്തരിച്ചിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ക്രിസ്തുയേശു ശമരിയാക്കാരി സ്ത്രീയുമായി സംഭാഷിച്ച ആ സംഭവ പരമ്പര മറ്റു 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ അത് വളരെ നന്നായിട്ട് രേഖപ്പെടുത്തി. അതുപോലെ ബഥാനിയിലെ ലാസറ് രോഗിയായി മരിച്ചു, അടക്കി, നാറ്റം വെച്ചു, 4 ദിവസമായി യേശു ഉയർപ്പിച്ചു. ഇത് മറ്റു 3 പേരും രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷത്തിന് വിശേഷത പലതുണ്ട്. ആട്ടെ, ഇന്നലെ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം. മനുഷ്യരെ എല്ലാം പിടിച്ച് ദൈവങ്ങളാക്കുന്ന ഒരു കാലത്തിലാണ് വന്ന്. എന്തെങ്കിലും ഒരു ഇച്ചിരി വിശേഷതയുണ്ടോ ഞങ്ങൾക്ക് ദൈവമാക്കുക. ചിലരങ്ങ് തന്നെ ദൈവം കളിക്കുകയും ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് ആ കാശ് കൂടുതൽ, കൊല്ലം സൈഡിലാ കൂടുതൽ കാശുമുണ്ട്. രാമപുരത്ത് വാര്യരെ ഒരിക്കല് കുചേലവൃത്തത്തിൽ ഒരു വരി എഴുതി, 33 കോടി ദേവന്മാരുമിന്ന് മൂർത്തിയായി മുപ്പാരിനു വിളക്കുമായി മാർത്താണ്ഡാഖ്യയായിരിക്കും പ്രത്യക്ഷ ദേവതയുടെ മഹാത്മ്യമോർത്തിട്ടുമന്ന സുരുകിടുന്നു. വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുകയാണ്. ഓരോ അധ്യായത്തിലും യേശുവിന്റെ വിശേഷത ദൈവത്വം തെളിയിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ ഒത്തിരിയൊന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 5-8 എണ്ണമോ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ യേശു ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടല്ലല്ലോ ദൈവമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ധാരാളം പേരെ ഇപ്പം ദൈവമാക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ സ്തോത്രം, മാജിക്കുകാരെല്ലാം ദൈവമാകേണ്ടതാ. അവിടുന്ന് ദൈവമാകാൻ കാരണം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അവിടുന്ന് സർവത്തെ സൃഷ്ടിച്ചവനാണ്, സർവത്തെ നിയന്ത്രിക്കുന്നവനാണ്, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്. അതുകൊണ്ടാണ് ദൈവം. ഓരോ അധ്യായത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ മഹത്വം, 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായിട്ട് ക്രിസ്തു പരിലസിക്കുന്നു. 2-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ, കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ക്രിസ്തു വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. 3-16 മനഃപാഠമാണ് എല്ലാവർക്കും. 4-ാം അധ്യായത്തിൽ അവിടുന്ന് ആത്മാവാകുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ ഇന്നലെ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഐത്തോച്ചാടനം നടത്തിയ ആദ്യത്തെ ആൾ യേശുവാ, ശമരിയെ കൂടെ പോയത്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അവിടുന്ന് ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന അത്ഭുതത്തിന്റെ ദൈവം, 6-ാം അധ്യായത്തിൽ ജീവന്റെ അപ്പമായ ദൈവമാ ക്രിസ്തു, 7-ാം അധ്യായത്തിൽ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. 8-ാം അധ്യായത്തിൽ ഇരുൾ മൂടിയ ലോകത്തിൽ മനുഷ്യൻ വെട്ടം തേടി വെളിച്ചം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ യേശു നിന്ന് പറയുക, ഞാനാ ലോകത്തിന്റെ വെളിച്ചം. നിങ്ങൾ വെട്ടമായിട്ട് എൻ്റെ അടുക്ക വരണ്ട, ഞാനാ വെളിച്ചം. നിങ്ങൾ മെഴുകുതിരി ഒന്നും കത്തിച്ച് ഇങ്ങോട്ട് വരണ്ട, അത് ഊതിക്കെടുത്തിയ ചിങ്ങളിഞ്ഞ് വന്നാൽ മതി. നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം അന്ധകാരം മാറും. യേശു സാക്ഷാൽ വെളിച്ചമാണ്. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കി അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമാണെന്നേലും കുടുംബ പാരമ്പര്യമാണെന്നേലും ഏത് വിഷയമാണെന്നേലും ഏത് രോഗമാണെന്നേലും സൗഖ്യമാക്കുവാനും വിടുവിക്കുവാനും കഴിവുള്ളവനാ യേശു. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന യേശു, നല്ല ഇടയൻ. വേറെ പുസ്തകത്തിന്റെ ഭാഷ
ഭാഷ പറഞ്ഞ ഇടയ ശ്രേഷ്ഠൻ. ഇപ്പം ചിലരൊക്കെ കടന്നു പോകുമ്പോൾ പത്രത്തിലൊക്കെ കൊടുക്കാറുണ്ട്, ഇടയ ശ്രേഷ്ഠന് വിട, ഇവനൊന്നും വട്ട ബോധമില്ല, കാശിന് വിവരമില്ല, വേറെ ദിവസം എടുത്തോണ്ട് വേറെ ഇടയ ശ്രേഷ്ഠന് ഒരുവനേ ഉള്ളൂ, യേശു മാത്രം. ഊളനെല്ലാം കൂടെ എഴുതി വെക്കുക. ഇടയ ശ്രേഷ്ഠന് തൻ്റെ മകത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. മകത്വം കവർന്നെടുത്ത ഹെരോദാവിന് സംഭവിച്ചതറിയാമല്ലോ. ദൂതർ ഒറ്റ അടി കൊടുത്തതേ ഉള്ളൂ. ഒന്നേകാലടിക്കാനില്ലല്ലോ. ഇടയശ്രേഷ്ഠൻ ഒരുവനേ ഉള്ളൂ. നാം എല്ലാം കാണാതെ പോയ ആടുകളായിരുന്നു. അവിടുത്തെ സ്നേഹം തേടി വന്നു, നമ്മളെ രക്ഷിച്ചു. ഈ CSIയിലെ ഒരു പാട്ടിൻ്റെ വരിയുണ്ട്, പാടാൻ വയ്യ. സാധാരണ ശിവപാസ്റ്റ് കൂടെ വരുന്നതായി. അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ അമ്മായിയപ്പനും അമ്മായിയമ്മയും രണ്ടുപേരും തലേന്നും പിറ്റേന്നും കടന്നുപോയി. കണ്ണൂരാ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എടുത്ത് പാടുമായിരുന്നു. ബോസിനോട് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ പാട്ടും വലിയ തിട്ടവും ഇല്ലെന്ന് പറഞ്ഞു. പാവം. അപ്പോൾ ഒരു പഴയ പാട്ടുണ്ട്, കാട്ടൂടയോടിയോ രാടീനെ നേടുവാൻ തേടി നീ വന്നതിനാൽ, കാട്ടൂടയോടിയോ രാടീനെ നേടുവാൻ തേടി നീ പാപക്കാട്ടിൽ നീന്നോടി ശ്രേഷ്ഠ ഇടയനെ പാപിയിതാ വരുന്നേ. പാപക്കാട്ടിൽ നീന്നോടി ശ്രേഷ്ഠ ഇടയനെ പാപിയിതാ വരുന്നേ. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. ശ്രീദേവാട്ടിൻ കുട്ടിയെ തിരുപാദം എൻ്റെ ശരണം, തിരുപാദം എൻ്റെ ശരണം. അപ്പോൾ 10-ാം അധ്യായത്തിൽ നല്ല ഇടയനാകുന്ന ക്രിസ്തു, നിങ്ങൾക്കറിയാം 11, 12 അധ്യായം ചേർത്ത് പഠിക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ച വിഷയമാണ്. 13-ാം അധ്യായം നമുക്കറിയാം, പെസഹ പാദം കഴുകുന്നു. 14-ാം അധ്യായത്തിലെ പ്രാരംഭവാക്യമാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ സുവിശേഷ പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം, വളരെ വിശേഷപ്പെട്ടതാണ്. ഓരോ അധ്യായത്തിനും ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. 1-2 അധ്യായങ്ങൾ കൂടി പോയി എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിർത്തുവാൻ കർത്താവിൽ ആശിക്കുന്നു. 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഈ യോഹന്നാൻ എഴുതിയത് ദൈവസഭയെ ഉദ്ദേശിച്ച, ഇന്നലെ ഓർപ്പിച്ചല്ലോ, മത്തായി യഹൂദനെ ഉദ്ദേശിച്ച് എഴുതി. അതുകൊണ്ട് ആ പാരമ്പര്യം അബ്രഹാം മുതൽ അങ്ങോട്ട് തുടങ്ങി. ഇവർക്ക് പാരമ്പര്യം കേൾക്കുന്നത് ഇഷ്ടമാണ്. അപ്പച്ചൻ്റെ ഒക്കെ കാര്യം പറയുന്നത് വലിയ ഇഷ്ടമാണ്. വചനം പറഞ്ഞാൽ ഒന്നും സന്തോഷമില്ല, സ്തോത്രം പറ. അപ്പച്ചൻ്റെ കാര്യം കണ്ണുമല്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ പുത്രനായി ദാവീദിൻ്റെ പുത്രനായി യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയും സഹോദരന്മാരെയും ജനിപ്പിച്ചു, യഹൂദാദാമാരിൽ പാരസിനെ ശേരകിനെ ജനിപ്പിച്ചു, അമീനാദാ ഓബേദ് ഇഷ, ഇങ്ങനെ പാരമ്പര്യം. അതപ്പോൾ ഇവർക്ക് വലിയ ഇഷ്ടമാണ്, അവരെയും കൂടെ പരിഗണിക്കണമല്ലോ. ലൂക്കോസ് ചരിത്രം തെളിയിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം
അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ൽ വായിക്കുന്നുണ്ട്. ശ്രീമാനായ തയോഫിലോസ്, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരുമായി ഞങ്ങളെ പരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു ചരിത്രം ചമയ്ക്കാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ലഭിച്ച വാർത്തയുടെ ആ കാര്യം നിശ്ചയിക്കുമെന്ന് അറിയേണ്ടതിന് ആദ്യം മുതൽ സൂക്ഷ്മമായി സകലതും ഗ്രഹിച്ച് അത് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് ലൂക്കോസ്. അതുകൊണ്ട് ആ 3-ാം അധ്യായത്തിലൊക്കെ പേർവഴി ചാർത്തുന്ന വിഷയം വന്നപ്പോൾ അവിടെ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഒന്ന് വായിച്ചേരിപ്പിച്ചു പാസ്റ്ററെ. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ലൂക്കോസ് 3-ന്റെ 1 മുതൽ വായിച്ചു. ഫാൻ അടിക്കുന്നതുകൊണ്ട് താളം മറിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ വേറെ ആരെങ്കിലും വായിക്കാനുണ്ട്? ഇല്ല, പാസ്റ്റർ തന്നെ വായിച്ചാലും മതി. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ, അപ്പൊ കണ്ടോ, അത് ആരൊക്കെ നാടുവാഴികളെ, ഗവർണർ ആര്, ഇടപ്രഭുക്കന്മാരാരെന്നൊക്കെ കൃത്യം തെളിയിച്ച. തിബിരിയോസ് കൈസറുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദനാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിൽ അവന്റെ സഹോദരനാകുന്ന ഫിലിപ്പോസ് യൂദൂര്യത്രക്കോന്നത്തി ദേശങ്ങളിൽ ലൂസാനിയ സബീനയിലും ഇടപ്രഭുക്കന്മാരായ അന്നാത്തും കയ്യപ്പാവും മഹാപുരോഹിതന്മാരുമായി വാഴുംകാലം. അപ്പൊ കാലക്കണക്കിട്ട ചരിത്രം നന്നായിട്ട് ലൂക്കോസ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവര് ലൂക്കോസ് യമനായരെ ഉദ്ദേശിച്ചെഴുതി. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചെഴുതി. റോമാക്കാർക്ക് ഒത്തിരി കാര്യമൊന്നും പറഞ്ഞ ഇഷ്ടമല്ല, ഷോർട്ടായിട്ട് പറയണം, അത് സ്റ്റാൻഡേർഡ് വായിക്കണം. അതുകൊണ്ട് മർക്കോസ് 16 അധ്യായത്തിൽ ഒതുക്കി. മത്തായി പിതാക്കന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് 28 അധ്യായം എടുത്തു. ലൂക്കോസ് കുറച്ച് ചരിത്രവും കൂടെ ചേർത്തത് കൊണ്ട് 24 വന്നു. എന്നാൽ മർക്കോസ് 16 ഒതുക്കി. മതി. ചുരുക്കി സാക്ഷി പറയാനും പഠിക്കണം, പരത്താനും പഠിച്ചു. ചെല്ലു നിന്നിങ്ങനെ കറങ്ങുന്ന കാണാം, ഒന്നുമില്ല, ചുമ്മാ മെനക്കേട് കേസാണ്. ഒരാളിത് എഴുന്നേപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു അത് മെനെ തെക്കെ ലൂപ്പർസീനാന്ന് പറഞ്ഞു. മെനക്കേടാന്നായി പറഞ്ഞു തന്നെ. മെനക്കേട് കേസുകൾ ഒത്തിരി ഉണ്ട്. അപ്പം മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ചാണ് എഴുതിയത്. എന്നാൽ യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. നിങ്ങൾക്കറിയാം, ദൈവസഭയ്ക്ക് ചരിത്രത്തിനല്ല പ്രാധാന്യം. ചരിത്രം നല്ലതാ, അത് വളരെ നന്നായിരിക്കുന്നു. പാരമ്പര്യം, നല്ല പാരമ്പര്യം ഉണ്ട്, അത് തെറ്റല്ല. പക്ഷെ ദൈവസഭ പാരമ്പര്യത്തിനും ചരിത്രത്തിനുമല്ല പ്രാധാന്യത കൊടുക്കുന്നത്, വചനത്തിനാണ്. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനം, ഉലയിലൊരുക്കി ശുദ്ധ ചെയ്ത ദൈവവചനം, അണ്ണാക്കിന് മധുരമാകുന്ന തിരുവചനം, തേനിലും തേൻകെട്ടിലും മധുരമുള്ള ദൈവത്തിന്റെ വചനം, പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്ക തിരുവചനം, ഇത് ഇരുവായ്ത്തരമുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ തിരുവചനം, അതിവേഗത്തിലോടുന്ന ദൈവവചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം, നമ്മെ സൗഖ്യമാക്കുന്ന വചനം, നമ്മെ പണിയുന്ന വചനം, കാലിന് ദീപവും പാറയ്ക്ക് പ്രകാശമാകുന്ന തിരുവചനം. നമുക്ക് വചനത്തിന് പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ് നമ്മുടെ അടിസ്ഥാനം, അതാ ആധാരം. ഒരു കാര്യം ചേർത്ത് പറയാം, ആര് എന്തോ പറഞ്ഞാലും എന്തോ ഉപദേശം കൊണ്ടുവന്നാലും വേറെ പുസ്തകത്തിൽ ഇല്ലാത്തത് അംഗീകരിക്കരുത്. ഉടക്കുണ്ടാക്കണ്ട, അതിന് ഏലായിട്ട് കൊടുക്കുകയൊന്നും വേണ്ട. പറഞ്ഞു വെച്ച് പൊക്കോട്ടെ, പിന്നെ വരികയല്ലെന്നല്ലേ ഉള്ളൂ. പിന്നെ പറഞ്ഞ് ചിന്ത കഴിയുമ്പം അറിവുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്തേക്കണം. അത് എനിക്കും തിരുത്തി തരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം ദൈവവചനമാണ്. അപ്പൊ ദൈവസഭ ദൈവത്തിന്റെ വചനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് സത്യവചനമാണ്. പൗലോസ് പറഞ്ഞത് നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും. നമുക്ക് അംഗീകരിക്കാനും പ്രവർത്തിക്കാനും ചെയ്യാനും പറ്റാത്ത ഒന്നും വേദപുസ്തകത്തിലില്ല, ഉപദേശങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ചെയ്യാനും അനുസരിക്കാനും കഴിവുള്ളതായി തന്നിരിക്കുന്നത്. ചെല്ലു പറഞ്ഞത് ആരാ ഇതൊക്കെ അനുസരിക്കാൻ മേലാത്ത ദൈവം നമുക്ക് തരുമോ? പുതിയ നിയമത്തിലേ അന്യോന്യം സ്നേഹിക്കണം, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ? പറ്റുന്ന കാര്യമാണ്. സ്തോത്രം. ശത്രുക്കളെ സ്നേഹിക്കണം, അതൊക്കെ പറ്റുന്ന കാര്യമാണ്. ഈ ഇരിപ്പാന്നെ മിക്കവാറും പറ്റും. അപ്പൊ എന്തായാലും യോഹന്നാന്റെ എഴുത്തിന്റെ വിശേഷത ദൈവസഭയെ ഉദ്ദേശിച്ച നമുക്ക് ആവശ്യം ദൈവത്തിന്റെ വചനമാണ്. ആട്ടെ, 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം യോഹന്നാന്റെ സുവിശേഷം. ഞാനങ്ങനെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വിഷയം നിങ്ങൾ ശരിക്കും പഠിച്ചാൽ ഇങ്ങനെ
കണ്ടെത്തലുകളുടെ അധ്യായമാണ്. ഒത്തിരി പേരെ കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാണുക. യേശുവിനെ കാണാൻ വരുന്നു, യേശു കാണാൻ ചെല്ലുന്നു, യേശുവിനെ കണ്ടവർ വേറെ ആളിനെ കാണാൻ ചെല്ലുന്നു. അപ്പം വേറെ ആൾ പറഞ്ഞ് എനിക്ക് യേശുവിനെ ഒന്ന് കാണിച്ച് തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് വന്ന് കാണാൻ പറയുന്നു. മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക. ഞാനത് അക്കമിട്ട് എൻ്റെ ബൈബിളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. 28 പ്രാവശ്യം കണ്ടു 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 എന്ന് എഴുതിയിട്ടുണ്ട് ഒരധ്യായത്തിൽ. ഇതുപോലെ എഴുതിയിരിക്കുന്ന വേറൊരു അധ്യായവും ഇല്ല. കണ്ടു. ഇന്ന് രാത്രിയിൽ യേശു ചിലരെ കണ്ടോണ്ടിരിക്കുക. നീ എവിടെ ഇരുന്നാലും യേശു നിന്നെ കാണുന്നുണ്ട്. സ്തോത്രം. അക്കനിജാലയ്ക്കൊത്ത കണ്ണുള്ളവനാ കർത്താവ്. നഥനയേൽ വന്നവൻ പറഞ്ഞു, സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല. അപ്പൊ പുള്ളി വെച്ച് എന്നെ എങ്ങനെ കണ്ടു? അപ്പൊ പറഞ്ഞു, നീ അത്തിയുടെ കീഴിരുന്നപ്പം ഞാൻ നിന്നെ കണ്ടു. അപ്പം കീഴെ ഇരുന്നാലും ദൈവം നിന്നെ കാണും. ഒരുത്തനാന്ന് അത്തിയുടെ മേളിലായിരുന്നേ. ആള് കുറുകിയവനാ. കാണാൻ വേണ്ടി അവൻ പുറകോട്ടല്ല ഓടിയത്, മുമ്പോട്ട് ഓടി. പുറകോട്ട് ഓടരുത്. പുറകോട്ട് ഓടിയാൽ പിന്നെ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ, കാണുകയല്ല. അവർ കാണിക്കത്തുമില്ല. കണ്ടവർക്ക് അവിടെ ശരിക്കും നിൽക്കാനും. വാതുറന്ന് എന്തേലും പറ. ഈ വണ്ടിക്കൂലി മടക്കി ചുമ്മാ ഊമം തെറ്റിയിരിക്കാനാണോ വന്നേ? ഇവൻ മുമ്പോട്ട് ഓടി. പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ഓടണം യേശുവിനെ കാണണേ. പാരമ്പര്യം തടസ്സമായിട്ട് വരും, അതിനൊക്കെ മറികടന്ന് ഓടണം. കുടുംബശ്രേഷ്ഠത തടസ്സമായിട്ട് നിൽക്കും. ബേബിക്കുട്ടി ഓടരുത്. നമ്മൾ ഏത് കുടുംബമാണെന്ന് ചിന്തിച്ചേച്ചേ നീ മുമ്പോട്ട്. കുഴപ്പമില്ല, മുങ്ങുന്ന നല്ലതാ, കൈ ഒട്ടുന്നതൊക്കെ നല്ലതാ, തമ്പേറുമൊക്കെ അടിക്കുന്നത് നല്ലതാ. എന്നാലും നീ ഓർക്കണം നമ്മൾ ഏത് ഫാമിലിയാണെന്ന്. പക്ഷെ അവനിതൊന്നും വിഷയമില്ല. അവനിതെല്ലാം മറികടന്ന് ഓടി. അവനൊന്നേ ഉള്ളു, യേശുവിനെ കാണണം. ഒന്നേയുള്ളി ആനന്ദമുല്ലെങ്കിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ളി ആനന്ദം ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഉലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ
ശ്രദ്ധിക്കുക, ഇവൻ ഒറ്റ ആഗ്രഹമുള്ളൂ, യേശുവിനെ ഒന്ന് കാണണം. അവൻ മുമ്പോട്ടാ ഓടിയത്, നീ മുന്നോട്ട് ഓടണം. സ്തോത്രം. എല്ലാം മറികടന്നാ ഓടിയത്. കുടുംബം, പാരമ്പര്യം, വിദ്യാഭ്യാസം, സ്വത്ത്, ബന്ധങ്ങൾ, പൊളിറ്റിക്കൽ ബന്ധങ്ങൾ, ഇതെല്ലാം വിട്ടേച്ചോടണം. അല്ലാതെ എല്ലാം പിടിച്ചു വെച്ചിരുന്നാന്ന് യേശുവിനെ കാണുകയല്ല. മുമ്പോട്ട് ഓടി ഇവനൊരു കാട്ടത്തിമേൽ വലിഞ്ഞു കയറി. ആരും കാണരുത്, ഇവൻ യേശുവിനെ കാണുകയും ചെയ്യണം. വരുന്നത് ആരാ? സമുദ്രത്തിന്റെ അടുത്തിട്ട് കൂടെ ഊളിയിട്ട് പോയ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്ന ചാതരമ്മ കണ്ടവനായ യേശു. അന്നേരം ഇവനെ ഇലയുടെ ഇടയിൽ കയറിയിരിക്കുക. സ്തോത്രം. യേശു നടന്നു വന്നു. എത്രയോ ഞാനവിടെ പോയിട്ടില്ല. പോയായിരുന്നോ? പൊന്നച്ചായം പോയോ? നമുക്കെല്ലാം ഒന്ന് പോകാം. ഞാനാച്ചായം പോയായിരുന്നോ? പലസ്തീനിൽ, ഇസ്രായേലിൽ പോയായിരുന്നോ? അപ്പോൾ ഒരാൾ ഉണ്ടല്ലോ, പോയ ആൾ. മരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, ഉണ്ട്. കാട്ടത്തീയുണ്ട്, നല്ല തീയുണ്ട്, ഒലിവുമൊക്കെ ഉണ്ട്. പോയ ആളിനോട് ചോദിക്കുന്ന കുറച്ചുകൂടെ നല്ലത്. യേശു ഇങ്ങോട്ട് നടന്നു പറ്റുന്നത് വേറെ ഒരു മരത്തിൻ്റെ കീഴിൽ യേശു നിന്നില്ലല്ലോ. സൂചയവൻ കയറിയ മരത്തിന്റെ കീഴെ വന്ന് യേശു മേപ്പോട്ട് നോക്കി. നീ എവിടെ ആയിരിക്കുന്നെന്ന് കർത്താവിനറിയാം. ഏത് മരത്തേല, എൻ്റെ ഭാഷ ഏത് കവട്ടയിലായിരിക്കുന്നെന്ന് യേശുവിനറിയാം. സ്തോത്രം. സൂക്ഷം നാടെ ചെന്ന് വെച്ച് മേളൂടൊക്കെ വേഗത്തിൽ ഇറങ്ങി വരും. ഉരുണ്ട് വീടരുത്. ഉരുണ്ട് വീടെന്ന് എഴുതിയിട്ടില്ല, ഞാനങ്ങ് പറയുക. വേഗത്തിൽ, അതിനെ വേഗത്തിൽ അങ്ങനല്ലേ ഷൂ. അതിന് ബിജുപാസ് ഒന്ന് വായിച്ചേര്. ചിലക്കൊരു തപ്പൽ അങ്ങനെ തന്നെയാന്ന് വന്ന് 19:1 മുതൽ വായിച്ചു. അവൻ യെരിഹോവിലെത്തി. കടന്നു പോകുമ്പോൾ ചുങ്കക്കാരി പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറേ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ. വേഗം. ഞാൻ പറയാറുണ്ട്, കയറാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. ബന്ധപ്പെട്ടിറങ്ങി നടത്തൊരു പദമുണ്ട് അല്ലേ? അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. മതി. ബന്ധപ്പെട്ട് കയറാൻ എളുപ്പമാ, ഇറങ്ങാൻ അല്പം. മദ്യപാനത്തിലോട്ട് കയറാൻ എളുപ്പമാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഒരു പെക്ക് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പെന്തിക്കോസ. കൊട്ടാരക്കല്ലെ പെന്തിക്കോസുകാരെയൊക്കെ ഞങ്ങൾക്ക്. പിന്നെ നിങ്ങളുടെ സഭയിലല്ലേ ജോയിക്കുട്ടി? അതെ, ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറി. കിറങ്ങി നിന്നത് ഞാൻ കണ്ടതാണ്. മിക്കവാറും ആരോഗ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു. വിജയപാസ്റ്റ് ചാഞ്ഞ് നോക്കുന്നു, വലിയൊരു ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പം രസത്തിനൊന്ന് ടേസ്റ്റ് ചെയ്തതാ, പിന്നെ അത് കാര്യമായി. സ്തോത്രം. ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. പുകവലി അത് എളുപ്പമാണ്, അതിലോട്ട് പ്രവേശിക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ചീത്ത പറയാൻ എളുപ്പമാണ്, കമ്മിറ്റി കൂടുമ്പം ചെന്ന് കേട്ടാൽ മതി. ഇപ്പം പിന്നെ മിക്കടുത്ത് AC ഒക്കെ ആയതുകൊണ്ട് എന്തുവാ പറയുന്നതെന്ന് വെളിയിൽ നിൽക്കുന്നവർക്ക് കേൾക്കുന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാ ചെല്ലു പറഞ്ഞ എൻ്റെ ചുണ്ടുമായും ഇറങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. യേശു അവനോട് പറഞ്ഞു, നീ വേഗം ഇറങ്ങി വരാൻ. വേഗം. അവൻ ബന്ധപ്പെട്ടിറങ്ങി. അപ്പോൾ ഒരുത്തൻ അത്തിയുടെ കീഴിലിരിക്കുന്നു. യേശു പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടതാ. ഒരുത്തൻ അത്തിയുടെ മേളിലിരിക്കുന്നു. യേശു വന്ന് കണ്ട. അപ്പൊ കീഴെ ഇരുന്നാലും യേശു കാണും. വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും പാപം ചെയ്ത
ആദി മാതാപിതാക്കളാകുന്ന ആദമും ഹവ്വയും അത്തിക്ക് മറഞ്ഞിരുന്നെന്ന. അത്തിന്ന് എഴുതിയിട്ടില്ലെങ്കിലും വേറെ പഠിതാക്കൾ ചില പറഞ്ഞ അത്തിക്ക് മറഞ്ഞിരുന്നത്. കാരണം ഈ തള്ള അത്തിയില എടുത്ത മിടിയും ടോപ്പും ഒക്കെ ഉണ്ടാക്കി. അമ്മാമ്മയ്ക്ക് ഒരു മെടിയും അച്ചായനൊരു ബർമുടായും. അങ്ങനെ ആണെന്നില്ല ഇപ്പം എല്ലായിടത്തും. അതൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പം രാവിലെ നടക്കാൻ ചിലരെയൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? അത് ഈ പരുവത്തിന് അത്തിയല. അപ്പം അത്തിയലയെല്ലാം കൂട്ടി തുന്നി ഇതെല്ലാം നേരെ എടുത്തെല്ലാം കൂടെ വെച്ച് കെട്ടി വന്നപ്പം ദൈവം വരുന്ന കാലൊച്ച ഉടൻ രണ്ടുകൂടെ അത്തിക്ക്. അപ്പം അത്തിക്ക് മറഞ്ഞിരുന്നാലും കാണുവേ. അത്തിയുടെ കീഴിയിരുന്നാലും യേശു നിന്നെ കാണും, അത്തിയുടെ മേളിൽ ഇരുന്നാലും യേശു നിന്നെ കാണും. അത്തിക്ക് മറഞ്ഞിരുന്നാലും സങ്കീർത്തനക്കാരൻ പറഞ്ഞല്ലോ, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും. അയ്യോ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം എൻ്റെ നിരൂപണങ്ങളും. ഇനി ഞാൻ ഉഷസിൻ്റെ ചിറക് ധരിച്ച സമുദ്രത്തിൻ്റെ, ഞാൻ പഴയ പാട്ടുകളാ പാടുന്നെന്ന് പറയത്തില്ല, ഒരു പരിപാടിക്കോട്ടെ. സെൻട്രൽ പാസ്റ്റോട് ചോദിക്കണ്ടേ? ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. ഈ പരിജ്ഞാനം. ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഓ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും കർത്താവ് കാണുന്നു. ഗ്രഹിക്കുന്നു കർത്തനൻ ഹൃദയ നിരൂപണ. ഓ ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം, ദൂരത്തു നിന്നും തന്നെ ഇതത്ഭുതം. ഈ പരിജ്ഞാനം, ഈ പരിജ്ഞാനം ആശ്ചര്യദായകമേ. അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ, അറിയുന്നു ശോധന ചെയ്തന്റെ നാഥൻ. ഈ പരിജ്ഞാനം. അപ്പൊ ശ്രദ്ധിക്കുക, നാം ഇരിക്കുന്നത് വെടിനേൽക്കുന്നതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. ഇന്ന് രാത്രി യേശു ചിലരെ കണ്ടോണ്ടിരിക്കുക. പഴയ നിയമത്തിന്റെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നീ സാമാനങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നാലും നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്. അറക്കകത്തിരുന്നാലും പുരമേലിരുന്നാലും എവിടെ ഇരുന്നാലും അറിയുന്ന കാണുന്ന ദൈവമുണ്ട്. അവനും മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർ അനുഗ്രഹ വചസ്സെല്ലാം കൂടെ കൊടുത്ത് പറഞ്ഞ, അബ്രഹാമേ നീ ഒരു തലമുറയെ ചേർത്തണയ്ക്കുമെന്ന് പറഞ്ഞപ്പോൾ സാറാ ഒന്ന് ചിരിച്ചുടനെ ദൂതനത് കണ്ട് അകത്ത് നിൽക്കുക. കാരണം സാറാ എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അവളെ കൂടാരത്തിന്റെ അകത്ത്. ഇന്ന് ചോദിക്കും സാറാ എന്ത് ചെയ്യുക? അവളെ പഞ്ചായത്ത് കാണാൻ സാധ്യത ഉണ്ട്. അല്ലെ അയൽക്കൂട്ടത്തിൽ ചെന്ന് തപ്പിയാൽ സാറാ അവിടെ ഉണ്ട്. സാറാ കൂടാരത്തിനകത്തുണ്ട്. ചെറുതായിട്ട് ചിരിച്ചു. ദൂതൻ ചോദിച്ചു സാറായെ ചിരിച്ച തന്നെയാണ്. അത് കാണുന്ന ദൈവമാണ്.
അവിടത്തേക്ക് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം കണ്ടെത്തലുകളുടെ അധ്യായമാണ്. ഇന്ന് രാത്രി യേശുവിനെ ചിലര് കാണണം, യേശു ചിലരെ കാണുന്നുണ്ട്. അങ്ങനെ കണ്ടവർ അന്യോന്യം അനേകരെ കണ്ട് ഈ മാർഗത്തിൽ അവരെ ആക്കുവാനും ദൈവം കൃപ നൽകുമാറാകട്ടെ. യേശുവിനെ കാണുന്നവർക്ക് അടങ്ങിയിരിക്കാനൊക്കത്തില്ല. അതിലെയോ കുടം സംഭവം, പിന്നെ അതിലും കുടം ആ കിണറ്റിൻകരയെ വെച്ച് ഓടിച്ചെന്ന് എല്ലാവരോടും പറഞ്ഞു, ഞാൻ മെശിഹായെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. എനിക്കിനി മൗനമായിട്ടിരിക്കാൻ ഒക്കത്തില്ല. യേശുവിനെ ഞാൻ കണ്ടു. കർത്താവിനെ അനുഭവിച്ചവരും അനുഭവിക്കുന്നവരും രുചിച്ചവർക്കാർക്കും മൗനമായിട്ടിരിക്കാനൊക്കത്തില്ല. മിണ്ടാതിരിക്കാൻ പലരും ശാസിച്ചിട്ടും അവൻ ഏറ്റവും അധികം നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം. ഈ ഒരു മനോഭാവമായിരിക്കണം ഇന്ന് രാത്രി കൂടപ്പെട്ടവർക്കല്ല. അടുത്തിരിക്കുന്നവൻ മിണ്ടുന്നോ സ്തുതിക്കുന്നോ നമ്മുടെ വിഷയമല്ല. അടുത്തിരിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ വിഷയമല്ല. നിന്റെ പാപങ്ങളാ യേശു ക്ഷമിച്ചത്. അധികം വാങ്ങിച്ചവൻ അധികം കടംപെട്ടിരിക്കുക. ഇന്ന് രാത്രി ഉള്ളമറിഞ്ഞ് ആമേൻ നന്ദിയോട് നിന്റെ പാപങ്ങളും കെടുതികളും എല്ലാം നീക്കി നിന്റെ പാപങ്ങളെ മോചിച്ച് നിന്നെ രക്ഷിച്ച് നിന്നെ വീണ്ടെടുത്ത യേശുവിന് ഇന്ന് രാത്രി സന്തോഷത്തോടും ആമേൻ നല്ല മനസ്സോട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. അതെ, ഓടിച്ചു മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായം കണ്ടെത്തലുകളുടെ അധ്യായമാണ്. 2-ാം അധ്യായം നമുക്കറിയാം. കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തുവേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇത് അടയാളങ്ങളുടെ ആരംഭമാണെന്ന് 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചോ ബിജു പാസ്റ്റേ. നമുക്കെല്ലാം ഇത് അറിയാം. ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം, കിള്ളൂർ സഭക്കാർക്കും അറിയാം, കൊട്ടാരക്കര സെൻറ്ററിലുള്ളവർക്കും അറിയാം, കുണ്ടറ സെൻറ്ററുകാർക്കും അറിയാം. അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് ഇത് ഉള്ളത് തന്നെയാണെന്ന് അറിയണമല്ലോ. അതിനാ ഈ വായിപ്പിക്കുന്നത് തന്നെയല്ല, വായിപ്പിക്കുന്നവർക്കൊക്കെ ഭാഗ്യം വരുമെന്നാ. ഇന്നുമായിട്ട് ബിജു പാസ്റ്റർക്ക് കുറച്ചുകൂടെ ഭാഗ്യം വർദ്ധിച്ചോട്ടെ. ഉള്ള ഭാഗ്യം പോരെ, കുറച്ചുകൂടി ഇരിക്കട്ടെ ഭാഗ്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. അപ്പൊ ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഇതെന്താ ഗലീലയിലെ കാനാവെന്ന് എടുത്തു പറഞ്ഞേക്കുന്നത്? ഗലീലയിലെ കാന. ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഗലീലയിലെ കാന ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയും കൂടാ. ഈ കാന എന്ന് പറയുന്ന സ്ഥലം ആശേറിന്റെ അവകാശത്തിൽപ്പെട്ട ഒരു സ്ഥലം കൂടാ. ആശേറിന്റെ അവകാശമാണ്. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ആശേർ ആരാന്ന് നമുക്കറിയാം. ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മക്കളിൽ ഒരുവനാണ് ആശേർ. ഗോത്രപിതാവാകുന്ന യാക്കോബ് 147-ാമത്തെ വയസ്സിൽ മരിക്കാൻ പോവുക. ആയുഷിന്റെ ദൈർഘ്യം അന്നങ്ങനെ. 147 വയസ്സിൽ യാക്കോബ് മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി. മക്കളോടെല്ലാം പറഞ്ഞ് എല്ലാവരും വരാൻ പറഞ്ഞു, കൂടി വരാൻ പറഞ്ഞു. കാരണം യുവമാരെല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുകയല്ല. ഐക്യ കൺവെൻഷനാന്നൊക്കെ പറയും, പക്ഷേ വലിയ ഐക്യമൊന്നും ഒരു സഭയിലുള്ളവർ തന്നെ അങ്ങനെ വലിയ ഐക്യം പലയിടത്തും ഇല്ല. ഇവിടെ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഞാനങ്ങ് അടങ്ങുക. അവരും ചിന്തിക്കുന്ന അങ്ങനെ തന്നെ മതി, അടങ്ങുന്നതാണ് നല്ലത്. അപ്പോൾ പിള്ളേരെല്ലാരും ഒറ്റക്കെട്ടല്ല. അതുകൊണ്ടാണ് 49-ാം അധ്യായത്തിൽ യാക്കോബ് പറഞ്ഞു കൂടി വരാൻ വായിച്ച് 49-1 മുതൽ വായിച്ച്. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവിൻ. ഈ കൂടി വരാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയല്ല. ഒന്നാമത്തെ കാര്യം ഒന്നിച്ച് കൂടുകയല്ല, അഥവാ ഒപ്പിച്ചോണ്ട് വന്നാൽ അടി ഉറപ്പാ. കൂടുക എന്നുള്ളതിന് തെളിവാ. ശേഖാമിനെ അവരുടെയൊക്കെ പോയല്ലോ, ശേഖേമിനെ വെട്ടാൻ പോയപ്പോൾ മറ്റു 10 പേരോട് പറയാന്നാന്നല്ലോ 2 എണ്ണം വടിവാളെടുത്തോണ്ട് ഇറങ്ങിയത്, ഷിമിയോനും ലേവിയും. എന്നാ മറ്റവരോടും പറയണ്ടേ, ചേട്ടാ അല്ലെ എടേ ഞങ്ങൾ പോവുക, നീ വരുന്നോ, നിന്റെ ഈ വടിവാളുണ്ടോ, ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. നിനക്കല്ലേ ഒരു കൂട്ടായ്മ, വെട്ടാനെന്തെങ്കിലും കൂട്ടായ്മ വേണ്ടേ? മരുമിണ്ടിയില്ല, ന്യൂട്രൽ പോയി, ഒന്നിച്ച് നിൽക്കുകയല്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ 34-20 പറഞ്ഞു, ഈ ദേശത്ത് തന്നെ നാറ്റിച്ചെന്ന്. ഈ ദേശത്ത് തന്നെ 34-20 വായിച്ചു, അറിവുള്ള വാക്യമാണ്. അങ്ങനെ ഒടുവിലത്തെ വാക്യമുണ്ട്, ഈ ദേശത്ത് തന്നെ നാറ്റിച്ചെന്ന് യാക്കോബ് ഒരു പദം പറഞ്ഞിട്ടുണ്ടല്ലോ.
നിങ്ങൾ കനാന്യരുടെയും പെരിശരുടെയും ഈ ദേശത്ത് എന്നെ നാറ്റിച്ച് കളഞ്ഞെന്ന് യാക്കോബ് ലേവിയോടും ശിമയോടും പറഞ്ഞ വാക്യമാണ്. ആ ദേശത്ത് നിങ്ങൾ എന്നെ നാറ്റിച്ചു. ഈ ദേശനിവാസികളായ കനാന്യരുടെയും ഈ ദേശനിവാസികളാകുന്ന കനാന്യരുടെയും പെരിശരുടെയും നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കി. അപ്പൊ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയ രണ്ടെണ്ണം ഒന്നിച്ച് നിൽക്കുകയല്ല, കൂടുകയല്ല. അതിനൊരു തെളിവാന്നല്ലോ ഒരുത്തരെ പിടിച്ച് കിണറ്റി ഇട്ടത്. കൂടുകയല്ല. ഇവന് കസാര കിട്ടാൻ വേണ്ടി മറ്റവനെ ഇവനെ സൂപ്രണ്ട് ആകണം, പ്രസിഡന്റ് ആകണം, ഓവർസിയർ ആകണം. അതിന് മറ്റവനെ ചുരുട്ടിക്കെട്ടി എന്നെ ആരും അനങ്ങാതൊക്കെ ഇരിക്കുന്നേ. എന്നുവെച്ചാൽ അവൻ കൊണ്ടുവന്ന ഭക്ഷണം യുവമാര് പ്രാർത്ഥിച്ചു കരുതുന്ന ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ, താവി ലഭിച്ച ഭക്ഷണത്തിനായി സ്തോത്രം. കൊണ്ടുവന്നവൻ കുഴി കിടക്കുക. ശുശ്രൂഷിച്ച കരങ്ങളെ അവൻ വെട്ടുകുഴി കിടക്കുക. എന്തോ അക്രമമാണെന്ന് ഓർത്തോണം. ഒരിടത്തും പറഞ്ഞ് നമുക്കൊരു പാട്ടിൻ്റെ ഈരടി പാടി വെച്ച ഭക്ഷണം. ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന. കൊണ്ടുവന്ന കുഴിയില്ല, അവനാ കൊണ്ടുവന്നത്. ഇവരൊന്നിക്കുകയല്ല. ഇനിയുണ്ട്. 38 വായിച്ചു, വേദപുസ്തകമല്ലേ, വായിച്ചു. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് അപ്പൊ ഒന്നിച്ച് നിൽക്കുകയല്ല, വിട്ടു പോകുന്നവന്മാരുണ്ട്. അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീരാമെന്ന് പേരുള്ള ഈ അതുല്യാമിന്റെ അടുക്ക ചെന്ന് ശൂവ എന്ന് പേരുള്ള ഒരു തന്റെ മോളെ കെട്ടി 3 പിള്ളേര് ജനിച്ചു. ഏറ് ഓനാനും ശേലായും. ഏറ് പ്രായപ്പോ തിമിനക്കാരി പെൺകുട്ടി താമാറിനെ കെട്ടി നാടൻ ഭാഷ പറഞ്ഞ് അവൻ തട്ടിപ്പോയി. അവന്റെ അനിയൻ ഓനാൻ ദേവരധർമ്മം അനുസരിച്ച് അവളെ കെട്ടി, അവനും തീർന്നു. പിന്നെ ഒരുത്തൻ ശേല, അവനന്നേ പ്രായവുമായില്ല. പ്രായമായിട്ടേ കെട്ടാവൂ. പ്രായമായിട്ട് കെട്ടിയിട്ട് തന്നെ ഒക്കുന്നില്ല അല്ലേ? ഏതാണ്ട് പറഞ്ഞു. അപ്പൊ യഹൂദ തന്റെ മരുമകളാകുന്ന താമാറിനോട് പറഞ്ഞു, 2 എണ്ണത്തിന് ഏതായാലും പാസ്സാക്കി, ഇനി ഒന്നുണ്ട് അതും തന്നേക്കാം. പക്ഷെ അവന് പ്രായമായില്ല. അവന് പ്രായമാകുമ്പോൾ അവനെ നിനക്ക് തന്നെ ഭർത്താവായിട്ട് തരാം. നീ ഒരു കാര്യം, നിന്റെ വീട്ടിൽ പോ, വൈദവ്യ വസ്ത്രമൊക്കെ ധരിച്ച് നിൽക്കേ. എന്നാൽ 14-ാമത്തെ വാക്യത്തിൽ പ്രായമായിട്ടും കൊടുത്തില്ലെന്നാ. വായിച്ചോ, 14:38. ശേലാപ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തു. ശേലാപ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായിട്ട് കൊടുത്തില്ല എന്ന് താമാർ കണ്ടപ്പോൾ അവള് ആ വൈദവ്യ വസ്ത്രമൊക്കെ മാറ്റിവെച്ച് തിമ്മിനയ്ക്ക് പോകുന്ന വഴിയരികെ അനയും പട്ടണത്തിന്റെ ഗോപുരത്തില്, എന്റെ ഭാഷ പറഞ്ഞ പമ്മിയിരുന്നു. യഹൂദ ആടുകട രോമം കത്തിരിക്കാൻ പോയിച്ച് തിരിച്ചു വന്നപ്പോൾ മരുമകളാകുന്ന താമാർ യഹൂദയെ ചതിച്ച് ആ വിധത്തിലൊക്കെ തലമുറകൾ ജനിച്ച സംഭവം വേറെ പുസ്തകത്തിലുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. ഒന്നിച്ച് നിൽക്കുകയല്ലെന്നായി പറഞ്ഞതിന് തെളിവ്. ഒരുത്തനെ കിണറ്റ് കിട്ടും, 2 എണ്ണം മടിവാളെടുത്തോണ്ട് പോയി, ഒരുത്തൻ വിട്ടുപോയി നടക്കുന്നു. അപ്പം ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ കൊന്ത്രാക്കൊള്ളിയല്ല ഒപ്പിക്കുന്നത്. അതുകൊണ്ടാ മൂപ്പിലെ ജാകാന്ന് എഴുതി പറഞ്ഞ് യാകാൻ പോവാ, ഇനിയല്ലോ ഒന്നിച്ച് വാ, ഒന്നിച്ച് കൂടും. 49 വായിച്ചു വന്നു. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കൂടുകയല്ല. ഞാൻ ജാകാൻ പോവാ, ജാകുമ്പോഴെങ്കിലും ഒന്നിച്ച് കൂടണം. ജാകുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. പ്രായമുള്ളവരോടും കൊടുക്കി. ഇപ്പൊ പിന്നെ ആരാ പെട്ടെന്ന് ജാകുന്നെന്ന് അറിയത്തില്ല. ഇന്നും വളരെ ദുഃഖകരമായൊരു ശവസംസ്കാരത്തിന് പോയി. 21 വയസ്സുള്ള നമ്മുടെ ഒരു മകന് കടന്നു പോയി. തിരുവല്ലയിൽ ഞാൻ പോയി. വളരെ സങ്കടമാണ്. ഒരു മോനേ ഉള്ളൂ, ഒറ്റ മോനേ ഉള്ളൂ. ആക്സിഡന്റ്, വലിയ മനോവേദനയാണ്. അപ്പം ഏത് പ്രായത്തിലുള്ളവരും കടന്നു പോകുന്നൊരു കാലമാണ്. എങ്കിലും പ്രായമുള്ളവരോട് പറയുക, പോകുന്നതിന് മുന്നേ അങ്ങനൊന്നും പോകരുത്, ഒരു ഇക്കിളിന് പോകരുത്. പോകുന്നതിന് മുന്നേ കൊച്ചുങ്ങളോട് കാര്യം പറഞ്ഞു കൊടുക്കണം. 4-5 പിള്ളേരുണ്ടെങ്കിൽ ആധാരമൊക്കെ ക്ലിയർ ആക്കണം. ചുമ്മാ ഉഴപ്പത്തിൽ നടക്കരുത്. യോഗത്തിന് വന്ന് കുത്തിരുന്ന് ഉറങ്ങിച്ച് പോകരുത്. യോഗത്തിന് വന്നില്ലേലും ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കണം. ഇനി എഴുതുമ്പം, ആധാരം എഴുതുമ്പം വെണ്ടറെ വിളിച്ചേച്ച് പറയണേ, എൻ്റെയും ചിന്നമ്മയുടെയും കാലശേഷം അങ്ങനെ എഴുതാവുള്ളൂ. മൊത്തം എഴുതി കൊടുത്തേച്ച് അവസാനം നിന്നെ ജോസിൻ്റെ അവിടെ കൊണ്ടിടും, കലയവരത്ത്. ഇവിടെ ആകുമ്പോൾ അങ്ങോട്ട് പോകുന്ന എളുപ്പം. മെനക്കേടൊപ്പിക്കരുതെന്നായി പറഞ്ഞത്. കുറഞ്ഞ പക്ഷം വീടും 10 സെൻറ്റ് സ്ഥലവും 2 പേരുടെയും പേരിൽ, ബാക്കിയല്ല അത് എല്ലാം ക്ലിയർ ആക്കി വെച്ചേക്കണം. എന്നിട്ട് കാലശേഷം അങ്ങനെ അത് വെണ്ടർക്ക് അറിയാം. വെണ്ടർക്ക് ആധാര ഭാഷ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ തട്ടിക്കളയുകയല്ല.
അപ്പോൾ ശ്രദ്ധിച്ചേ, വേണ്ടെന്നറിയാം. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നല്ല ആധാര ഭാഷയുണ്ട്, അവരത് കൊള്ളിച്ച് എഴുതിക്കോളും. അങ്ങനെ ഉണ്ട്. പണ്ടൊരാൾ ആധാരം എഴുതാൻ നേരത്ത് ആധാരം എഴുതാൻ ചെന്നപ്പോൾ ചോദിച്ചു, കറിയാച്ചാ ഞാൻ എഴുതാൻ പോവാം. അയ്യോ എഴുത, അതിനല്ലേ കാശുമൊക്കെ തന്നത്, എഴുതും. ഇപ്പം ഞാൻ എഴുതും. അയ്യോ എഴുത, സമയം പോകുന്നു, ഞാൻ ആധാരം എഴുതാൻ പോവാം. കൂടെ പറഞ്ഞു പോയി. അതിനങ്ങ് ഞാൻ ആധാരം എഴുതുമ്പം കറിയാച്ചൻ്റെ ഭാര്യ അച്ചുക്കുട്ടി ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ട് വരും. വീട്ടിലിരിപ്പ് സാധനങ്ങളും എല്ലാം കൂടെ പിന്നെ അവകാശമായിട്ട് വെക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ എഴുത്തുകാരുണ്ടെന്നായി പറഞ്ഞത്. കറിയാച്ചൻ്റെ ഭാര്യ അച്ചുക്കുട്ടി ചെറിയാച്ചൻ്റെ ഭാര്യയായിട്ട് വരും, ആധാരത്തിൽ കൊള്ളിക്കും ഞാൻ. അതാ ചോദിച്ചാൽ എഴുതിക്കോട്ടെ എന്ന്. അങ്ങനെ എഴുതുന്നവരുണ്ട്. അപ്പം മരിക്കുന്നതിന് മുന്നേ ഇതെല്ലാം ക്ലിയർ ആക്കണം, പറയേണ്ടതെല്ലാം പറയണം. ആർക്കെങ്കിലും കടം കൊടുക്കാനുണ്ടെങ്കിൽ എഴുതി വെക്കണം, അല്ലെ പിള്ളേരോട് പറയണം. ആരെങ്കിലും തരാനുണ്ടെങ്കിലും അത് ഒച്ച എവിടെ പോയാൽ ഒച്ചേ അവിടെ എങ്ങാനും അടങ്ങിയിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കുന്നത്. അവിടെ ഇരിക്കുന്നേ. അപ്പൊ ശ്രദ്ധിച്ചേ, കാര്യങ്ങളെല്ലാം മരിക്കുന്നതിന് മുന്നേ പറയണം. മരണത്തിന് മുമ്പേ മരിക്കാൻ ഒരുങ്ങണമല്ലോ, വേണ്ടേ? മരിക്കാൻ ഒരുങ്ങണം. ഈ ഇരിപ്പം അന്ത്യം വരിക്കുമെന്നും പറഞ്ഞാണോ? ഒരു പാട്ടുണ്ടല്ലോ നമ്മളല്ലേ ഇപ്പം അങ്ങനത്തെ പാട്ടൊന്നും ശവസംസ്കാരത്തിന് ചെന്നാലും പാടുന്നില്ല. ഒന്ന് അറിയത്തുമില്ല, രണ്ട് പാടത്തുമില്ല. തന്നെയല്ല അത് പാടുന്നത് ആർക്കും വലിയ ഇവിടെ ഒന്ന് പാടിക്കേ. ഒരിക്കലേവനും മരിക്കും നിർണയം ഓരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേവനും പാട് ജാഗത്തൊന്നുമില്ല. മരിക്കാൻ ഒരുങ്ങണം. പണ്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ച സമയത്ത് ചിലര് പാടുന്ന കേട്ടിട്ടുണ്ട്, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. നമുക്ക് മനസ്സുണ്ടാകണം, മരിക്കാൻ ഒരുങ്ങണം. അതാ നമ്മുടെ പ്രത്യേകത, മരിക്കാൻ ഒരുങ്ങണം. ഏതെല്ലാം അറിയാവുന്ന ഒരു പാട്, പേടിച്ച് ചിലര് പാടാതിരിക്കുക. ഒരിക്കലേവനു മരിക്കും നിർണയ ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു ദിവസം മരണം നമ്മെ വന്ന് പിടികൂടും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ആ മരണത്തിന്റെ പിടിയിൽ അമർന്നു പോകും. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ, കൊരിന്ത്യ ലേഖനം കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ 15 പറഞ്ഞിട്ടുണ്ട്, ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങും. അതിപ്പോഴല്ല, ആമൻ സ്വന്തം വെള്ളസിംഹാസന അധിപതിയും കൂടെ കടിക്കുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിക്കിടും. അതോടുകൂടെ ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങും. അതുവരെയും ഈ മരണം അതിന്റെ താണ്ഡവ നൃത്തം നടത്തിക്കൊണ്ടിരിക്കും. എന്നാൽ മരണത്തിന്റെ തണുത്ത കരം വന്ന് തലോടുന്നതിന് മുന്നേ, നിന്നെ തപ്പുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യം, 1 മരണത്തിന് ഒരുങ്ങണം. 2 മരിക്കുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനായി രാത്രി യോഗം. മനുജാ നിദനമതു നിനയാത മനുജാ, നിദനമതു നിനയാത മനുജാ, നിദനമതു നിനയാത മനുജാ. ഞാനേ ഈ പാട്ടിൻ്റെ എല്ലാ വരിയും മറന്നുപോയി. ചിലപ്പോൾ അവർ ഓൺലൈനിൽ കാണും. ഈ പാട്ട് എന്നെ പഠിപ്പിച്ചത് നമ്മുടെ അംബ്രേ ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. പെന്തിക്കോസിൻ്റെ ആരംഭകാലത്ത് പാമ്പാടി അംബ്രേ ചാക്കോച്ചൻ. അതാരാന്ന് ചോദിച്ചാൽ, അംബ്രേ ചാക്കോച്ചായൻ്റെ മകളെയാണ് നമ്മുടെ MV ചാക്കോ സാറിൻ്റെ ജ്യേഷ്ഠൻ കെട്ടിയത്. അദ്ദേഹത്തിൻ്റെ ആ ജ്യേഷ്ഠൻ്റെ മകനാണ് നമ്മുടെ ജെയിംസ് വർഗീസ് പാസ്റ്റർ ചർച്ചക്കോടിലെ. അപ്പം ജെയിംസ് വർഗീസ് പാസ്റ്ററുടെ അമ്മയുടെ അപ്പനാണ് അംബ്രേ ചാക്കോച്ചൻ. അദ്ദേഹത്തിൻ്റെ അമ്മാച്ചന്മാർ 2 പേരുണ്ട്, തോമാച്ചാനും ബേവിച്ചാനും. അംബ്രേക്കാർ നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ ഇപ്പോൾ കൊടുക്കുന്ന അങ്ങ് ചെന്നപ്പം ഈ പഴയ തറവാട തൂണുണ്ട്, 3-4 തൂണുണ്ട്. അപ്പം തോമാച്ചാൻ ഈ തൂണെ ചാരി ഇരുന്ന് കാലം നീട്ടി അങ്ങോട്ടിരിക്കുന്നു, പാപ്പച്ചാൻ അവിടെ ഇരുന്ന് ഇങ്ങോട്ടിരിക്കുന്നു, കുഞ്ഞാൻ കൊച്ചമ്മ
നമ്മുടെ മുളക്കുട ബൈബിൾ സ്കൂളിൽ ആദ്യ ബാച്ചിൽ പഠിച്ചതാണ്. അൺമാരിഗഡായിരുന്നു. അവർ ആന്ധ്രയിൽ ഒരു സഭയുടെ ശുശ്രൂഷ 14 കൊല്ലം ചെയ്തു. ആണുങ്ങളാരുമില്ല, ഉദ്ദേശിമാരും അങ്ങോട്ട് പോകുന്നുമില്ല. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് 14 കൊല്ലം ഒരു സഭയുടെ ശുശ്രൂഷകയായിട്ടിരുന്നു കുഞ്ഞാച്ചമ്മ. അതായത് ജെയിംസ് വർഗീസ് പാസ്റ്ററുടെ അമ്മയുടെ സഹോദരി. ഭയങ്കര തറവുള്ള അമ്മയായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ആ വീട്ടിൽ പാർത്തിട്ടുണ്ട്. അപ്പം അവർ പാടിയ ഈ വരി ഞാൻ കേട്ടത്. ചിലപ്പം തെറ്റ് വരാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തതാണ്. അപ്പം പാടിയതാ. മനുജ നിദനമതു നിനയാത മനുജ നിദനമതു നിനയാത മനുജ നിദനമതു നിനയാത മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനെല്ലാം ജനം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലെ, വിലസുന്നു പല നിറമതിൽ പൊട്ടിച്ചാരെ. ശലോമോനും അറിയും കഴിഞ്ഞില്ലതാരെ, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ. മനുജ നിന്റെ ദാനമതു നിനയാതെ മനുജ, നിന്റെ ദാനമതു നിനയാതെ മനുജ. അപ്പൊ ഒരു ദിവസം മരണം എന്നെയും നിങ്ങളെയും വന്ന് പിടികൂടും. ആ മരണത്തിന്റെ തണുത്ത കരം വന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. എല്ലാരും മരിക്കും. മേരി ബെനഞ്ഞ പാടിയ കവിത, തോട്ടം കവിത, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം. വിസമ്മതങ്ങളൊന്നും നടക്കുകയല്ല. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയെന്ന് പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്ന് സംഭവിച്ചു. കേട്ട് കേൾവിയില്ല ഒരെണ്ണത്തിന്റെ. എല്ലാവരും മരണം വഴിയായി പോയി. അമ്പലത്തിൽ പോകുന്ന സമയത്ത് നാമം ജപിക്കുമ്പോൾ ഒരു വരിയുണ്ട്. അത് ഹൈന്ദവ സ്നേഹിതന്മാർക്ക് അറിയാം. ഇപ്പം വർഷങ്ങളായിട്ടൊക്കെ ഈ ചൊല്ലാതൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ചൊല്ലാൻ. അപ്പം പണ്ട് ചൊല്ലിയിട്ടുള്ളതാ, തെറ്റിയെങ്കിൽ ക്ഷമിക്കണം. ആ വരി ഇങ്ങനെ: കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബദ്ധ കളയരുതാരും, മരണം വരുമിനി എന്നു നിനജിക മരുപുക സതതം നാരായണ ജയ. പണ്ട് ചൊല്ലിയതാ. അപ്പോൾ മരണം വരും, അതാ അതിൻ്റെ അർത്ഥം. മരണം വരും, മരണം വരുമിനി എന്ന് നിനച്ചിക മരുവുക. മരണം വരും, മരണം പിടികൂടും. അധ്യാത്മരാമായണത്തിലെ സ്കൂളിൽ പഠിച്ചതാ, പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം. എടുത്തച്ഛൻ എഴുതിയിട്ട് 1-2 വരികളുണ്ട്. ദൈവത്തിന് മഹത്വം. ആ വരികൾ നല്ല വരികളാ. മലയാള ഭാഷയല്ലേ, അർത്ഥസമ്പുഷ്ടമായ ഭാഷയാ, നല്ല വരികളാ. ആ വരിയിൽ ഇങ്ങനെ: ഭോഗങ്ങളോരോ ജനപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. ആയുസ് വേഗം നഷ്ടപ്പെടുന്നതാ. ഭോഗങ്ങൾ ഓരോ ജനപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. വക്കിനി സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം കാലാകിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ. ഭോഗങ്ങൾ തേടുന്നു ത്വക്മാംസ രക്താസ്തി പിൻമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായ ഒരു കായം ശരീരം, മായാമയമായി പരിണാമിയായ ഒരു കായം വികാരിയായുള്ള നിരുദ്രുവം ദേഹോഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന് നീ മാനസതാരിൽ നിരൂപിച്ചതും തവജ്ഞാനമല്ലായതെന്ന് അറിയ നീ ലക്ഷ്മണ. അർത്ഥമൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ ശരീരം ക്ഷണഭംഗുരമാ, ആയുസ് ക്ഷണഭംഗുരമാ. വക്കിനി സംതപ്ത ലോകസ്ഥാംബു ബിന്ദുന, ചുട്ടുപഴിപ്പിച്ച ഇരുമ്പിന്റെ പുറത്ത് ഒരു തുള്ളി വെള്ളം, അമ്പു ബിന്ദുന വെള്ളത്തുള്ളി.
വെള്ളത്തുള്ളി ഇരുമ്പിൻ്റെ പുറത്തുകൊണ്ട് ഒരു ശബ്ദം കേൾക്കാൻ വെള്ളം കാണുകയില്ല. ഇതുപോലെ നമ്മുടെ ആയുസ്. വിശുദ്ധ തിരുവെടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ചാഞ്ഞു പോകുന്ന നെടൽ പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, ആമൻ 4 വിരൽ നീളം, ആമൻ നിലത്തൊടിക്കുന്ന വെള്ളം പോലെ ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. അപ്പോൾ മരണത്തിന് തണുത്ത കരം നിന്നെ വന്ന് തപ്പും. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മൂത്താമ്പാക്കൽ ഉപദേശി പാടിയ പാട്ടറിയ. ഇപ്പം നിങ്ങൾ പറയാ അയാൾ ആർക്കും അറിയാൻ മേലാത്ത കുറേ പാട്ടും കവിതയും പാടുക, ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കുന്നില്ല, വിടവും തരുന്നില്ല. നിങ്ങൾക്കൊരു വിടവ് തരിക, പാട. ചുമ്മാ ഇരിക്കുകയല്ലേ, പഴയ പാട്ടാ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്റെ കാലും കയ്യും കെട്ടി കൊണ്ടുപോകാൻ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്റെ കാലും കയ്യും കെട്ടി കൊണ്ടുപോകാൻ. കണ്ണും മിഴിച്ചു ഞാൻ, വായും പിളർന്നു ഞാൻ, മണ്ണോടു മണ്ണെന്നു ചേർന്നിടുമേ. പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ചെറ്റപ്പൂരയാതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനതിനായി. ചെറ്റപ്പൂരയാതിൽ പാർക്കുന്ന ഭിക്ഷുവും മുറ്റും മരണത്തിനതിനായി. ഉപദേശി അതിൻ്റെ ഒടുവിൽ ഒരു വരി എഴുതി. നല്ല വരി, എല്ലാം നല്ല വരിയാ, എന്നാൽ ഒടുവിലത്തെ വരിയാ. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യചോരമോർക്കിൽ. ഇവിടുന്ന് പോകാൻ നേരത്തൊരു വലിവുണ്ട്, അതിന് ഈ ഇടുപ്പ് രണ്ടുകൂടെ കൂട്ടിപ്പിടിച്ചൊരു വലിവ്. അത് കാണുമ്പോൾ അറിയും, അതാ ഒടുവിലത്തെ വലിവ്. ഇരിപ്പ് കണ്ടാ വലിക്കുകയല്ലെന്നും പറഞ്ഞാൽ സൂക്ഷം വലി. ഇപ്പൊ തന്നെ വലിവാന്നല്ലോ, വലിക്കും വലിക്കും വലിക്കും. കയ്യിലിരിപ്പ് വെച്ച് നോക്കിയാൽ നന്നായിട്ട് വലിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഒടുവിലത്തെ ആ വലിവ അയ്യോ എന്ന് വിളിച്ച ഉപദേശി, മൂത്താമാക്കൽ ഉപദേശിയുടെ പാട്ട. അയ്യോ അയ്യോ എന്നുള്ള അന്ത്യചോരമോർക്കിൽ, അയ്യോ എനിക്കൊന്നും വേണ്ട പാരിൽ. ഒടുവിലത്തെ ആ വലി ഓർത്താൽ അയ്യോ എനിക്കൊന്നും, അത് ഓർക്കുകയല്ലോ, ഓർത്താൽ വേണ്ടാന്ന് വെക്കും. പണ്ടൊരു തമിഴ് സഹോദരൻ പറഞ്ഞു, എൻ്റെ അപ്പൻ നനച്ചാൽ പുലിയെ പിടിക്കും, ഉയരി പോയാൽ നനയ്ക്ക് മാട്ടെ. എൻ്റെ അപ്പൻ വിചാരിച്ചാൽ പുലിയെ പിടിക്കും, പക്ഷെ ജീവൻ പോയാലും അപ്പൻ വിചാരിക്കല്ലേ. ഇതൊക്കെ വിചാരിച്ചാലൊന്നും വേണ്ടാന്ന് വെക്കും, വിചാരിക്കുകയല്ലേ. ഇന്ന് വിചാരിച്ചോണം, നീ ചാകും. സ്തോത്രം, ചാകുമെന്ന്. അതിനെ ചാകുമെന്ന് പറഞ്ഞിട്ട് തര പേടി. എൻ്റെ ഭാഷ എങ്ങനെയും ജീവിക്കാമെന്ന് ഓർത്താ യോഗത്തിന് വന്നത്. അന്നേരം നിന്ന് പറയാ ചാകും, അത് ഉറപ്പ് കാര്യമാണ്, ചാകും. സ്തോത്രം. യാകുന്നതിന് മുന്നേ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. സ്തോത്രം. 1-ാം പുനരുത്ഥാനത്തിൽ ആ പങ്കെടുത്തോണം. അല്ലെ പിന്നെ മറ്റേ പുനരുത്ഥാനത്തിൽ കിടന്ന് കുഴി. അത് വെള്ളസിംഹാസനം വെച്ച് ഒരുത്തം വെള്ളസിംഹാസനത്തിൽ ഇരിക്കുന്നു, അത് കർത്താവാ. ന്യായവിധി മുഴുവൻ പുത്രനല്ലേ കൊടുത്തേക്കുന്നത്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, പുത്രന് കൊടുത്തു. പുത്രൻ്റെ ഒന്ന് വിധിക്കുക. അന്നേരം ആകാശവും ഭൂമിയെല്ലാം അങ്ങ് മാറിപ്പോയി. ആകാശവും ഭൂമി മാറി. സമുദ്രം തങ്ങളിലുള്ളവരെ അങ്ങോട്ട് വെള്ളത്തിൽ വീണ് ചത്തതും പെരുമണും ദുരന്തവും ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ, അങ്ങനെ ധാരാളം. അതെല്ലാം പറത്തെ ഇങ്ങോട്ട് വന്നതിനെല്ലാം തേണ്ട പിടിച്ചോളാൻ പറയും. സമുദ്രം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും, എല്ലാം ഏൽപ്പിച്ചു കൊടുക്കും. ആകാശവും ഭൂമി അങ്ങ് മാറി. പിന്നെ എവിടാ നിൽക്കുന്നേ? ശൂന്യതല്ല. വെള്ളസിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു, കൊണ്ട് നിർത്തിയിരിക്കുക. 5 ഏക്കറുള്ള അവറാച്ചൻ ഇപ്പം കാല് കുത്താൻ ഭൂമിയില്ലാതെ
കാരണം ആകാശവും ഭൂമിയും മാറിപ്പോയി. ഇവിടെ ഭൂമി എവിടാ? ഭൂമി ഇല്ലെന്ന്. അതിര് തർക്കമല്ലായിരുന്നോ നിനക്ക്? തൊട്ടാ പറയാരാ? എൻ്റെ അനിയൻ ജോയിയാ, ഞങ്ങൾ മിണ്ടുകയല്ല. അവനെ 2 ചുവടാ ഇങ്ങോട്ട് എടുത്തത്. ബേബി നീ ഇങ്ങനെ പോയി നിൽക്കുവന്നൊരു ദിവസം 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ആകാശവും ഭൂമി മാറി. ഇപ്പൊ ചിലരുടെ കീർവാണമൊക്കെ എങ്ങനെയുണ്ടാ? ഈയിടെ ഒരു 5 ഏക്കർ എഴുതിച്ചു. എന്നിട്ട് ആധാരം എൻ്റെ കയ്യിലുണ്ട്. മോൻ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഒക്കുന്നെങ്കിൽ ഒരു 20 ഏക്കറും കൂടെ നോക്കിക്കോ, ഞാൻ അവധിക്ക് വരുമ്പോൾ അധിക ദിവസമില്ല, ഒരാഴ്ച കൊണ്ട് നമുക്കെല്ലാം. ഞങ്ങൾ തെന്മലയിൽ ഇച്ചിരി റബ്ബർ തോട്ടം നോക്കുന്നുണ്ട്. നല്ല കാര്യം. എന്ത് ചെയ്യാൻ? അതിൻ്റെ ആധാരം ഇതിൻ്റെ എല്ലാം പെട്ടിക്കകത്തുണ്ട്. ഒടുവിൽ നീയും പെട്ടിക്കകത്താകും. നീയും പെട്ടിക്കകത്താകുമെന്ന്. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്ത് കഷ്ടമേ. വാളിനാൽ വെട്ട് കൊണ്ടിട്ടോ വല്ലാത്തതായ വ്യാധികൾ വന്നു കൂടിട്ടോ, പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ, പെട്ടെന്നുള്ള മരണം ഹൃദയരോഗങ്ങളാലോ, സർപ്പബീജമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ, സർപ്പബീജമേറ്റിട്ടു വൈദ്യന്റെ വീട്ടിൽ വെച്ചോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്ത് കഷ്ടമേ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്ത് കഷ്ടമേ. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഒന്നുകൂടെ ഊന്നി പറയാ, എന്നെയും നിങ്ങളെയും മരണം പിടികൂടും. മരണത്തിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നിത്യതയിലെത്തുവാൻ ഈ ശുശ്രൂഷ ഇടയാക്കട്ടെ. അപ്പൊ യാക്കോബ് മരിക്കുന്നതിന് മുമ്പേ പിള്ളേരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഭാവികാലം സംബന്ധിച്ച് കൊച്ചുങ്ങളോട് പറയുന്ന കാര്യം ആ 49 പ്രാരംഭവാക്യം. ഇങ്ങനെ രൂപേൻ മുതൽ അങ്ങോട്ട് വിളിച്ചു, രൂപേനെ നീ എൻ്റെ ആദിയാതൻ, സേട്ടതയുടെ വൈശുട്ടവും ബലത്തിന്റെ വൈശുട്ടവും ശക്തതയുടെ ആദിബലവും വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ഗുണമാകുകയല്ല. 5-ാം വാക്യത്തിൽ ശിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുത്. പിന്നെ 8 മുതൽ നാടോട്ട് പിടിക്കുമ്പോൾ യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്ന് രാജതണ്ട് അവന്റെ കാലുകെട്ട് കിടികളിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. പിന്നെ ആമനെ ഇസഖാര് അസ്ഥിബലമുള്ള കഴുത, ദാന് വടിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും, അവൻ കുതിരക്കെട്ട് കുതികാല് കടിക്കും. പുറത്ത് കരിയവൻ മലർന്ന് താഴെ കിടക്കും. പിന്നെ ഗാദോ കവർച്ച അവനെ ഞെരുക്കും എന്നൊക്കെ പറഞ്ഞു വന്ന 20-ാം വാക്യത്തിൽ ആശേറിനോട് പറയുക, 20 വായിര്. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, രാജകീയ സ്വാദ് ഭോജനം കൂടെ ഒരു പ്രവചന ദൂത. ആശേരോ അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്, വിശേഷമായ ആഹാരം പുഷ്ടിയുള്ള മട്ടൂറിയ വീഞ്ഞും ഗോതമ്പിന്റെ കാമ്പും ദ്രാക്ഷാരസവും മൃഷ്ടാന്ന ഭോജനവും ഒക്കെ അവൻ ആശേറിന് കൊടുത്തിയ അവകാശത്തിൽപ്പെട്ടതും വാഗ്ദത്ത ദൂതുകളാണ്. അപ്പോൾ ആശേറിനോട് യാക്കോബ് പറയുക, ആശേറോ നിന്റെ ആഹാരം പുഷ്ടിയുള്ളത്.
ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ എല്ലാ വാക്യങ്ങളും എടുത്തു പറയാൻ നേരമില്ല. ഗലീലയിലെ കാനാവിലെ കാര്യമായി പറഞ്ഞു വരുന്നത്. ഗലീലയിലെ കാനാവ് എന്ന് പറഞ്ഞാൽ ഇത് ആശേർ മക്കൾക്ക് കൂടെ അവകാശമായി കൊടുത്ത സ്ഥലമാണ്. ഇനി അതിന് വേറൊരു ചരിത്രം. ഇസ്രായേലിലെ മൂന്നാമത്തെ രാജാവായിരുന്നല്ലോ ശലോമോൻ. ആദ്യത്തെ രാജാവ് നമുക്കറിയാം ശൗല്. രണ്ടാമത്തത് അവനെ നീക്കിയിട്ട് ദൈവം ദാവീദിനെ ബോധിച്ച പുരുഷനായി ദൈവം കണ്ടു. ദൈവം കണ്ടെങ്കിൽ ഈ പുള്ളി കസേര കൊടുക്കുകയെന്നുള്ളതാണ്. പിന്നെ പുള്ളി ഒരു 38 തികച്ചു. 2 വർഷമൊക്കെ കൃപയിൽ നിന്ന് ഭരിച്ചെങ്കിലും പിന്നെ 38 തികച്ചു. അത് അമോര്യരുടെ അതിക്രമം തികയാനെന്ന് ഉൽപ്പത്തി വാക്യമുള്ളതുപോലെ ഈ കൗലടയൻ്റെ വർഷം തികയ്ക്കാൻ വേണ്ടി 330 വർഷം ഒരു ഉടക്കിട്ടിട്ടുണ്ട്. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10ാം തലമുറ പോലും ഒരു കാലത്ത് യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അപ്പോൾ യഹൂദ ഗോത്രത്തിൽ കൗലടയൻ കയറി. യഹൂദയ്ക്ക് താമാറിൽ മുമ്പേ വായിച്ച കൂട്ടത്തിൽ പേരസും ശേരക്കും. ഇത് കൗലടയനാണ്. കൗലടയൻ കയറിക്കഴിഞ്ഞാൽ 10 തലമുറ വിലക്കാം. ഒരു തലമുറ പഴയ കണക്കനുസരിച്ച് 33 കൊല്ലം. 33 ഇൻറ്റു 10 സമം 330 വർഷം ഈ ഗോത്രത്തിൽ വിലക്കിട്ടിരിക്കുക. അതുകൊണ്ടാണ് പുള്ളി 2 ഇരുന്നിട്ട് 30 ചേർത്തത് 40 തികയ്ക്കാനാണ്. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്തായാലും ആദ്യത്തെ രാജാവ് ശൗല്. യവനെ ദൈവം നീക്കി ദാവീദിനെ ബോധിച്ച പുരുഷനാക്കി. ദാവീദ് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് ശലോമോനാ. അപ്പോൾ ഈ ശലോമോൻ രാജാവായി കഴിഞ്ഞപ്പോൾ യവന് ആലയം പണിയുവാൻ താല്പര്യപ്പെട്ടു. ആലയം പണിയണം. അപ്പൊ അപ്പനാകുന്ന ദാവീദിന്റെ സ്നേഹിതനാ ഹീരാം ദാവീദിന്റെ സ്നേഹിതൻ. അപ്പോൾ ഹീരാം ശലോമോനെ കാണാമെന്ന് വലിയ ജ്ഞാനമുള്ള ആളല്ലേ. ശേബാരാജിയൊക്കെ വന്നതുപോലെ പുള്ളി ഒന്ന് വന്ന് കണ്ട് കാര്യമൊക്കെ പറഞ്ഞപ്പം പുള്ളി ഒരു കാര്യം പറഞ്ഞു. പിന്നെ ചായൻ്റെ സ്നേഹിതനാണെന്നല്ലോ. അതെ നിൻ്റെ അപ്പൻ നിൻ്റെ അപ്പച്ചൻ്റെ കിന്നരമായന ഞാൻ എപ്പോഴും ഓർക്കും. ഇതൊക്കെയായി പറയുന്നത്. സ്തോത്രം. നിൻ്റെ അപ്പൻ പണ്ടൊരു ഏറെറിഞ്ഞ് ഞാൻ കണ്ടുകൊണ്ട് നിന്നാ മറ്റവൻ കമണ്ണ് പോവും. ഈ പുള്ളിയും എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് ശുശ്രൂഷ. അപ്പം ഇവര് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇപ്പം മിക്ക ഒരു അപ്പച്ചൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ആരേലും എറിഞ്ഞോ? ഷാജി നിന്നെ എറിഞ്ഞതല്ലേ? നിന്നെ എറിഞ്ഞ് 6 തകർത്ത് പോയി. അതാ സ്വോത്രം പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പച്ചൻ്റെ വകുപ്പും പറഞ്ഞിരിക്കുക. എടാ, അപ്പച്ചൻ നല്ല കാര്യം ചെയ്തെങ്കിൽ അപ്പച്ചൻ പ്രതിഫലം വാങ്ങിച്ചോളും. നീ ചെയ്തെങ്കിൽ നിനക്ക് പ്രതിഫലം കിട്ടും. ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിനെല്ലാം മക്കളാണ്. ദൈവത്തിൻ്റെ കൊച്ചുമോൻ തങ്കച്ചൻ വന്നിട്ടുണ്ടെന്ന് ഇന്ന് വരെ പുസ്തകത്തിലില്ല. എല്ലാം മക്കളാണ്. മനസ്സിലായി കാണും. അപ്പോൾ ഇവര് സ്നേഹിതനും അപ്പനും കൂടെ ശലോമോനും അപ്പൻ്റെ സ്നേഹിതനും ഹീരാവുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്തുവാ? ഒരാലയം പണിയാൻ പോവുക. അച്ചായനത് പണിയാൻ ആഗ്രഹിച്ചു. പക്ഷെ അച്ചായനോട് ദൈവം പറഞ്ഞു പണിയണ്ട, കാരണം ഇച്ചിരി കുഴപ്പടിയുണ്ട്, കയ്യിൽ രക്തമുണ്ട്. ഊരിയാവിനെ കത്ത് കൊടുത്തിവൻ തട്ടിയതാ. അന്നും ഉണ്ടായിരുന്ന കത്തെഴുതി കുരുക്കുന്ന ആൾക്കാർ. പിന്നെ നിങ്ങളോർക്കുന്ന ഈ അടുത്ത സമയത്തെങ്ങാണ്ട് എഴുത്തുകാരൊക്കെ അന്ന് കൊണ്ട് കുരുക്കെടുത്തുന്ന ആൾക്കാർ അന്നും ഉണ്ട്. അവസാനം ഇങ്ങനെ അസുഖം ഉണ്ടാകുക. അതിനെന്നെ ഇംഗ്ലീഷിലൊരു പേര് പറയുമല്ലോ, ഷിവറിങ് അല്ല, നല്ല വേറെ. ഞാനത് പറഞ്ഞാൽ തെറ്റും. നീ ആവശ്യമില്ലാത്ത എഴുതി പിടിപ്പിച്ചാൽ, ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ ഒടുവിലേ ഇവൻ കള്ളക്കത്തെഴുതി. സ്തോത്രം. ഊരിയാവിനെ തന്ത്രത്തിൽ ചതിച്ചു. അവൻ്റെ ഭാര്യയെ അവൻ ചതിച്ചു കൊണ്ടുവന്നു. രക്തം ചീന്തി നിരപരാധിയെ കൊന്നു. തമ്പുരാൻ വിലക്കി. ആളക്കമിടുക്കനാ കിന്നരവായനയിൽ നിപുണം, നന്നായിട്ട് ആരാധിക്കും, വർഷിപ്പ് ലീഡറാ, കൺവെൻഷനൊക്കെ പ്രസംഗിക്കും, ഉപവാസ പ്രാർത്ഥനയുടെ അഗ്രഗണ്യന. പുള്ളി കൈ വെച്ചാൽ എല്ലാവരും അഭിഷേകം പ്രാപിക്കും. അതൊക്കെ ശരി. പക്ഷേ ആലയം പണിയണ്ടെന്ന് പറഞ്ഞു. നീ പണിയണ്ട. പിന്നെ സങ്കടം വരാതിരിക്കാൻ പറഞ്ഞു, നിന്റെ മോൻ പണിയുമെന്ന് പറഞ്ഞു. 7:13 വായിച്ചോ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 7:13. പെട്ടെന്ന് വായിച്ചോ, സമയമില്ല. അവൻ എൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയും. അവൻ എൻ്റെ നാമത്തിൽ ഒരു ആലയം പണിയും. ഇത് ദാവീദിനോട് ദൈവം പറയുകയാ. 6-ാം അധ്യായത്തിൽ പെട്ടകം കൊണ്ടുവന്ന് സ്ഥാപിച്ചു. പൂർണ്ണശക്തിയോടെ കുതിച്ചു നൃത്തം ചെയ്തു. വന്നവർക്കെല്ലാം പകർച്ച കൊടുത്തു വിട്ടു. ദൈവം തമ്പുരാൻ 7-ാം അധ്യായത്തിൽ പറഞ്ഞത് ശത്രുക്കളെ അടക്കിയെന്നാ വായിച്ച. 7:1. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെ അടക്കി എന്ന് പറഞ്ഞാൽ 6-ാം അധ്യായത്തിൽ പൂർണ്ണശക്തിയോടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ആരാധിച്ചവന് വേണ്ടി ദൈവ ശത്രുക്കളെ അടക്കിയെന്ന്.
നീ പ്രാർത്ഥിച്ചാൽ ആരാധിച്ചാൽ നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, തലമുറയ്ക്ക് വിരോധമായി, ഭാവിക്ക് വിരോധമായി, ശുശ്രൂഷയ്ക്ക് വിരോധമായി ഉയർന്നു വരുന്ന ശത്രുവിനെ ദൈവം അടക്കും. നമ്മൾ അടക്കാനൊന്നും പോകേണ്ട, ദൈവം അടക്കുമെന്ന്. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്. എനിക്ക് ഇന്ന് വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് കൊണ്ട് വചനം പ്രകാശിക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങ് അടങ്ങുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 7-ാം അധ്യായത്തിൽ ദാവീദിനോട് ആരാധിച്ച ദാവീദിനോട് പെട്ടകം കൊണ്ടുവന്ന് യഥാസ്ഥാനത്താക്കിയ ദാവീദിനോട് ദൈവം പറയുക, അവൻ നിന്റെ ഉദരത്തിൽ നിന്ന് ഒരു മകനുണ്ടാകും, അവൻ എന്തോ ചെയ്യുമെന്ന് 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ. 10 മുതൽ അങ്ങോട്ട് വായിച്ചോ. 10 മുതല്. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും പിന്നെ അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെ അടക്കി, നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, അത് മാത്രമല്ല, യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. പിന്നെ അവൻ എന്റെ നാമത്തിനൊരു ആലയം പണിയും എന്ന് പറഞ്ഞാൽ ശലോമോൻ ആലയം പണിയും. അപ്പൻ പണിയുവാൻ ആഗ്രഹിച്ചെങ്കിലും തമ്പുരാൻ വിലക്കിയെങ്കിലും മനസമാധാനം കൊടുത്താ വിട്ടത്. നിന്റെ ഉദരത്തിൽ നിന്ന് ഒരുത്തം വരും, അവൻ പണിയും. സ്തോത്രം. അങ്ങനെ ഈ വാഗ്ദത്തമുള്ളത് കൊണ്ട് ഹീരാമിനോട് പറഞ്ഞു, എനിക്ക് തടി തരണം. എൻ്റെ അപ്പച്ചനോടൊരു വാഗ്ദത്തമുണ്ട്, ഞാൻ ആലയം പണിയുമെന്ന്. എനിക്ക് ആലയം പണിയണം, അതുകൊണ്ട് എനിക്ക് തടി തരണം. ഹീരാം പറഞ്ഞു, അയ്യോ തടി ഇഷ്ടം പോലെ വെട്ടിക്കോ, ആൾക്കാർക്ക് ഞങ്ങൾ ചാപ്പാടെല്ലാം കൊടുത്തോളാം. വെട്ടിക്കോ. ലെബനോൻ വനത്തിൽ കയറി തടി വെട്ടണം. എല്ലാവരെ കൊണ്ടൊന്നും തടി വെട്ടാനൊക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഞങ്ങളുടെ ആൾക്കാർ അത്ര പോരാ, വെട്ടാൻ പോരാ. വാളുവൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങും, പക്ഷേ ഏക്കുകയല്ല. 25 കൊല്ലം വെട്ടിച്ച് കിട്ടിയതൊരു ശാസം വിടാത്ത തള്ളേനെയാണ്. സ്തോത്രം പറയാത്തൊരു മൂപ്പിലായും തമ്പേർ കമത്തിട്ട് നമ്മൾ അടിക്കുക. 25 തീ കത്തിക്കുക. ഈ തള്ള കത്താനും വല്ല ഇങ്ങേരിനെയും വെട്ടാൻ പോരാ. അപ്പൊ ഞങ്ങളുടെ ആൾക്കാർ മരം വെട്ടാൻ അത്ര പോരാ, സീദോന്യരെ മരം മുറിക്കാൻ സമർത്ഥരാ. അപ്പോൾ അവരെ ലെബനോൻ വനത്തിലോട്ട് കയറ്റി വിട്ട് അതെല്ലാം കൊണ്ട് വെട്ടി ഇങ്ങോട്ട് എടുത്തു. അത് വെട്ടിക്കിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി തോലുവൊക്കെ ഉരിച്ച് വക്കിട്ട് വടമിട്ട് കെട്ടിക്കൂട്ടി അത് നദിയിലോട്ട് കൊണ്ട് മേളീന്ന് ഇങ്ങോട്ട് ഇറക്കി. ഇത് വലിച്ചിറക്കുമ്പം നല്ല പരുവത്തിലാണ് വലിച്ചിറക്കണം. പിന്നെ മേളിൽ കിടക്കുന്ന തടി ഏലായിട്ടും വലിച്ച് താഴോട്ട് കൊണ്ടുവരുമ്പോൾ പോകേണ്ടതെല്ലാം പോകും. സഭയ്ക്കകത്തെ നന്നായിട്ട് തൊലി ഉരിക്കണം. തൊലി ഉരിക്കണം. ഉപദേശങ്ങൾ പറയണം. ഉപദേശം പറയുമ്പം ശരിക്ക് തൊലി ഉരിക്കണമെന്ന്. സ്തോത്രം. വെള്ളയൊന്നും പാടില്ല, കാതൽ തന്നെ വേണം. അത് ഞാനൊന്നും വിവരിക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. മേളീന്ന് ഇങ്ങോട്ട് മക്കിട്ട് പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഉരിച്ചു കൊണ്ടുവന്ന് നദിയിലിറക്കി സ്നാനപ്പെടണമെന്ന്. പിന്നെ നദി വഴി കൊണ്ടുവന്ന് സൂപി കൊടുത്താണല്ലോ പണി ശരിയാകുള്ളൂ. വെള്ളത്തിനകത്തൂടെ തടി വരണം. സ്തോത്രം. അവിടുന്ന് നട്ടിട്ടുള്ള വൃക്ഷങ്ങളല്ലേ, അത് വെള്ളത്തിൽ കൂടെ വരണം. വെള്ളത്തിൻ്റെ ഗന്ധമൊക്കെ ഏറ്റ് വെള്ളത്തിനകത്തൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതല്ല പരുവത്തിന് പണിയാൻ പറ്റുമെന്നുള്ളതാണ്. അല്ലാതെ ആ മലയെ കിടക്കുന്ന തടി ക്രൈം വഴി പൊക്കി അപ്പുറത്തെ മലയെ കൊണ്ടുവന്ന് വെച്ചോ നല്ല പണിയുന്നത്. നേരെ താഴോട്ടിറക്കി വെള്ളത്തിൽ കൂടെ കൊണ്ടുവന്ന് സൂപിക്കൊണ്ട് കൊടുക്കണം. അങ്ങനെ കൊണ്ട് കൊടുത്തപ്പോൾ ശലോമോന്റെ ആൾക്കാർ ഇത് വലിച്ചു കയറ്റി ആലയം പണിതു. ഇങ്ങനെ അപ്പോൾ ഇതിന് നന്മ ചെയ്ത ഹീരാമിന് ശലോമോൻ എന്ത് ചെയ്തു? ഹീരാം ഇതൊക്കെ ചെയ്തതല്ലേ. ഹീരാമിന് ശലോമോൻ ഒരു 20 പട്ടണം കൊടുത്തു. 20 പട്ടണം. ആ 20 പട്ടണത്തിൽപ്പെട്ട സ്ഥലങ്ങളാ ഈ ഗലീലയിലും കാനായുമല്ല. അത്ര നല്ല സ്ഥലമല്ല. വായിച്ചേ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിച്ചേ. കണ്ണിക തുടങ്ങുന്നത്. ശലോമോൻ യഹോവയുടെ ആലയം രാജധാനി എന്ന് 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം, സോർ രാജാവാകുന്ന ഹീരാം, സോർ രാജാവ്
ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെ. സോർ രാജാവ് കാശുള്ളവനാ, അല്ല ഗതികേട് പിടിച്ച രാജാവല്ല, കാശിന്റെ അയ്യര് കളിയാ. ഇത് മറിക്കാതെ കണ്ട 45-12 വായിച്ച സങ്കീർത്തനം നമ്മൾ വായിക്കുന്നില്ലയോ എപ്പോഴും? ഇത് മറിക്കരുത്, അത് ഉടനെ വായിക്കണം. എങ്കിലും 45-12 വായിച്ചോ പെട്ടെന്ന് 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 പെട്ടെന്ന്. സോർ നിവാസികളെ ജനത്തിലെ ധനവാന്മാർ തന്നെ. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാരാ, കാശുകാരായവര്, അല്ലാതെ വണ്ടിക്കൂലി ഇല്ലാതെ കിടന്ന് ഇറങ്ങുകയല്ല. ഇഷ്ടം പോലെ കാശാ. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. പിന്നെ ഹീരാം ശലോമോൻ അവന്റെ ഇഷ്ടം പോലെയൊക്കെ അല്ലെന്ന് കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി. അതാ സോർ രാജാവ്, സോർ നിവാസികൾ ധനവാന്മാര്. കല്യാണത്തിന് നമ്മൾ വായിക്കുന്ന, കല്യാണം കഴിച്ച ശാപ്പാടിന്റെ കാശ് ഇതുവരെ കൊടുത്തിട്ടില്ല. വായിക്കുന്ന സങ്കീർത്തനം കേട്ടറിഞ്ഞാരം പിന്നെയും വന്ന് നിൽക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛാ തന്നില്ല മറ്റേ തരാം. വായിച്ച സങ്കീർത്തനം മനസ്സിലാകുന്നില്ലേ? കൊള്ളാം, നല്ല സങ്കീർത്തനം, നാട്ടിരിക്കട്ടെ. പാട്ടുകാരുടെ പൈസയും കൊടുത്തില്ല. അവർ ഫോൺ ചെയ്തപ്പോഴെല്ലാം പരിധിക്ക് പുറത്താണ്. ക്രെഡിറ്റ് നോക്കിയത് വലിയ പാട്ടുകാരെ വിളിച്ചതാ. പാട്ടുകാരും കണക്കാമിക്കതും തലേ തുണിയിടാതെ പോലെ പെങ്കൊച്ചുങ്ങൾ പാടുന്നത്. ഞാനിത് പ്രസംഗിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പാടുമ്പോൾ തലേ തുണി ഇടണമെന്ന്. ഞാൻ ചോദിച്ചു, പാടുമ്പോൾ ദേഹത്ത് തുണി എടുക്കണമെന്ന് വാക്യമുണ്ടോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇടുന്നേ? ചുമ്മാ കുഴ തെറ്റിയ കുറേ എണ്ണമുണ്ട്. അത് പോട്ടെ, ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല, ഞാൻ അടങ്ങുക. അത് വായിര്. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. ചന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്തമേറും ശോഭമൂലം അന്തപുരത്തിലെ രാജ്ഞി, ചന്തമേറും ശോഭമൂലം എന്തു പരിപൂർണ യാമിവൾ, അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തത. എന്തു പരിപൂർണ യാമിവൾ, അണിയും വസ്ത്രം പൊൻകസവ് കൊണ്ടു നെയ്തത. എൻ മനസ്സുയരുന്നകോ നന്മയറും വചനത്താൽ, എൻ മനസ്സുയരുന്നകോ നന്മയറും വചനത്താൽ, ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. ചിന്മയരാജനെ കുറിച്ചു പാടിയ കഥ ചെമ്മയോടറിയിടുന്നു. അപ്പോൾ സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാരാ, കാശുള്ളവരാ. അപ്പൊ കാശുള്ള രാജാവ് ആ സോർ രാജാവ്. അതുകൊണ്ട് പുള്ളി പറഞ്ഞ് തടിയൊക്കെ വെട്ടിയെടുക്കാൻ. എങ്കിലും ഒരു മര്യാദ വേണ്ടായോ? അതിന് പ്രതിഫലമായിട്ട് ശലോമോൻ കൊടുത്തത് പട്ടണമാണ്. വായിച്ച് ഇനി 9-10 മുതൽ വായിര്. ശലോമോൻ രാജാവ് ഹീരാമിന് ഹെലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം കൊടുത്തു. പിന്നെ ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടത്. ശലോമോൻ 20 പട്ടണം പുള്ളി കൊടുത്ത് തടിയൊക്കെ തന്നതല്ലേ, ആൾക്കാരെ നിർത്തി വെട്ടിച്ചതല്ലേ. അപ്പൊ എന്തേലും പിന്നെ കൊടുക്കണ്ടേ? നമുക്കാരെങ്കിലും 10 രൂപ തന്നാൽ തിരിച്ചു കൊടുക്കാനില്ലെങ്കിലും പ്രാർത്ഥിക്കണം. ആരേലും 10 രൂപ തന്നാ ആരും കാണാതെ താത്തേ ചോടുകല്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. നമ്മൾ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നേ. അല്ല നമുക്ക് എന്നെ രാത്രി കള്ളനോട്ടടിയുണ്ടോ? എനിക്കില്ല, പൊന്നജാനുമില്ലെന്നറിയാം, നിങ്ങൾക്ക് ആർക്കുമില്ല. അപ്പൊ പിന്നെ നമുക്ക് ആരെങ്കിലും 10 രൂപ തരുമ്പോൾ പ്രാർത്ഥിച്ചോണം. ദൈവം അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുക്കണം, അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം. ഇതാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം. എന്തെങ്കിലും നന്മ ചെയ്തപ്പോൾ തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ? അപ്പോ പട്ടണം കൊടുത്തു. എത്ര പട്ടണം കൊടുത്തെന്ന ദൈവദാസനെ? 20 പട്ടണം. 20 പട്ടണം കൊടുത്തു. 20. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന്. ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്നു. അപ്പൊ സോർ രാജാവ് ഒന്ന് വന്നു. അപ്പം പറഞ്ഞു, ഞാൻ 20 പട്ടണം മാറ്റി ഇട്ടിട്ടുണ്ട്, തടി തന്നേന്റെ നന്ദി. സോർ രാജാവ് പട്ടണം കാണാനൊന്ന് വന്നു. എന്നാൽ അവന് ബോധിച്ചില്ല. ആ പട്ടണം ഒന്നും ബോധിച്ചില്ല. ഈ ശലോമോൻ വലിയ ബുദ്ധിമാനാ.
ഇയാൾ കൊടുത്തത് നല്ല ഗുണമുള്ള സ്ഥലമല്ല കൊടുത്തത്. കൊടുത്തെന്ന് പേരേ ഉള്ളു, ഇയാൾ ഒപ്പിച്ചു കൊടുത്തതാ. അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടോ. എത്ര പേര് വരും പ്രാർത്ഥനയ്ക്ക്? 50 പേര്. ഒരു കാര്യം ചെയ്യും, ഒരു 30 പേരുടെ ഭക്ഷണം പറഞ്ഞാൽ മതി, ബാക്കി നമുക്ക് ഒപ്പിക്കുകയായിട്ട്. എന്നുവെച്ചാൽ അവസാനം അമ്മാമ്മ ഇച്ചിരി തോരൻ അമ്മാമ്മ ഇപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അമ്മാമ്മ അടുക്കളയിൽ കൂടെ ഇറങ്ങി വാഴയുടെ മൂട്ടിൽ പോയി നിൽക്കുക. തോരൻ ചോദിച്ചവൻ എന്നാ തള്ള എവിടെ നിന്ന് ഇതിനെ തോരൻ കീരൻ ഉള്ളത് കഴിച്ചു പോകാൻ പറ. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല. കൺവെൻഷൻ്റെ ഫുഡ് കമ്മിറ്റി ആരാ? കറിയാച്ചനാണ് ഫുഡ് കമ്മിറ്റി. കൺവെൻഷൻ കഴിഞ്ഞ് കഴിക്കാൻ വന്നപ്പോൾ സാമ്പാർ കലം കമത്തി കാണിക്കുന്നു, ഇല്ലെന്ന്. നടന്ന കാര്യമാണ്. ഒരുത്തൻ തവിയായിട്ട് നിൽക്കുക, ഇനിയും വരുന്നവരെ വെട്ടും. ഒരുത്തൻ കാളാമുണ്ടമായിട്ട് നിൽക്കുന്നു, ഒറ്റ പഴമില്ല, ഇനിയും ചോദിച്ചു വന്നാൽ കാളാമുണ്ടന് രാത്രി 9:30 ആർക്കാ തല്ലുകൊള്ളാൻ ഇത്ര ദണ്ണം? ആടെ ഞാൻ ഒന്നും പറയുന്നില്ല. ഒക്കുന്നിടത്തൊട്ട് ഒപ്പിക്കുന്ന ആൾക്കാരുണ്ട്. കൊടുത്തെന്ന് പേര് എന്നാ ഗുണം വരുന്നോ? പേര് ഞാൻ പറയത്തില്ല, സ്ഥലവും പറയത്തില്ല. ഒരു വീട്ടുകാരെ പറ്റി പറഞ്ഞത് അവർ ആർക്കും ഗുണം ചെയ്യുന്നവരല്ല. അപ്പം അടുത്ത വീട്ടുകാർ പറഞ്ഞു, അയ്യോ അവർ ഭയങ്കര പെന്തിക്കോസിലാണ്, ഭയങ്കര പേരും പ്രശസ്തിയൊക്കെയാണ്, പക്ഷേ അവരെ പറ്റി അഭിപ്രായമാണ്. കപ്പ കൊടുക്കും അവർ, പക്ഷേ കപ്പത്തണ്ട് കൊടുക്കുകയല്ലെന്ന്. മനസ്സിലായില്ല? കപ്പ അവർ കൊടുക്കും, പക്ഷേ കപ്പത്തണ്ട്, കാരണം കപ്പത്തണ്ട് കൊടുത്താൽ അവൻ അത് വെട്ടി മുറിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പിന്നെ കപ്പ ആകുകയല്ലേ. അത് വരരുത്. മനസ്സിലായില്ല? ഇവരെപ്പോഴും കപ്പ കൊടുക്കുന്നവരുടെ പേരായിട്ട് എപ്പോഴും കൺവെൻഷന് അയ്യോ പിന്നെ അച്ഛൻ കഴിഞ്ഞ കൊല്ലം പുള്ളിയാണ് കപ്പ കൊടുത്തത്, ഇക്കൊല്ലം പുള്ളിയാണ്. എന്നാൽ പിന്നെ കപ്പത്തണ്ടൂടെ 2 എണ്ണം അസഭയിലുള്ളവർ കൊടുത്ത് അവരും 2-3 കപ്പ ഇടുകയല്ലേ, അത് ജയിപ്പിക്കുകയല്ല. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടുന്നില്ലേ ഒന്നും? ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ ഞാൻ ലളിതമായിട്ട് പറഞ്ഞു, നന്നായിട്ട് പിടികിട്ടണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഒരു വിദ്വാനാ ഞാൻ ഒത്തിരി ഉണ്ടല്ലോ. പുള്ളി 20 പട്ടണം കൊടുത്തെന്ന് പേര്, പക്ഷേ സോരാജാവ് വന്ന് നോക്കിയപ്പം പുള്ളിക്ക് ബോധിച്ചില്ല. ഒന്നുകൂടെ വായിച്ചു. എന്നാൽ അവന് ബോധിച്ചില്ല, പുള്ളിക്ക് ബോധിച്ചില്ല. ഒപ്പീര ഒക്കുന്നിടത്തോട്ട് ഒപ്പിക്കുക. ബോധിച്ചില്ല. സഹോദര, അവനും കാശുണ്ടെങ്കിലും മര്യാദക്കാരനാ കേട്ടോ. സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത്? ഇങ്ങനെയൊക്കെയാണോ തരുന്നത്? നീ എനിക്ക് തന്ന പട്ടണങ്ങൾ എന്ത്? അവയ്ക്ക് ഇന്ന് വരെ കാബൂൽ ദേശം എന്ന കാബൂൽ. അപ്പൊ ഈ 20 പട്ടണങ്ങൾ ഉൾപ്പെട്ട ദേശമാണ് കാബൂൽ ദേശം എന്ന് പറഞ്ഞാൽ ഇരുണ്ട സ്ഥലം, അന്ധകാരത്തിന്റെ സ്ഥലം. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ തിമിരമുള്ള സ്ഥലം. അങ്ങനെ വായിച്ച 9:1. ഈ ദേശത്തിന്റെ കുഴപ്പടി ഒത്തിരി ഉണ്ട്. തിമിരമുള്ള സ്ഥലം, അന്ധകാരത്തിന്റെ സ്ഥലം, മരണമുള്ള സ്ഥലം, പരിവക്കേടുള്ള സ്ഥലം. വായിച്ചേ. കഷ്ടതയിലിരുന്ന ദേശം. ഒന്ന്, ഇത് കഷ്ടതയുടെ ദേശമാ. പിന്നെ തിമിരം നിൽക്കയില്ല. 2, തിമിരമുള്ള ദേശം. പിന്നെ പണ്ടവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും 3, ഹീനതയുള്ള. അപ്പം കഷ്ടതയുള്ള ദേശം, തിമിരമുള്ള ദേശം, ഹീനതയുള്ള ദേശം, ഇതൊക്കെയാ പുള്ളി കൊടുത്തെന്ന് പേരാ. ഗുഡ് ന്യൂസിൽ പേര് വന്നു, മനോരമയിൽ പേര് വന്നു, പിന്നെ ചർച്ചക്കോടിന്റെ മാസിക എന്തുവാ സുവിശേഷനാഥവോ, അതിനകത്ത് പേര് വന്നു. പിന്നെ നമ്മുടെ IPCയുടെ എന്തുവാ, അല്ല ഗുഡ് ന്യൂസും PM മാത്യു സാറിൻ്റെ സഭയുടേത് കാകളവോ, ദൂതൻ അസംബ്ലീസ് കോഡിൻ്റെ. പിന്നെ കാകളത്തിൽ പേര് വന്നു, ദൂതന് പേര് വന്നു, സുവിശേഷനാഥത്തിലും പേര് വന്നു, മനോരമയുടെ ഫ്രണ്ട് പേജിലും വന്നു. പേരൊക്കെ വന്നു, പക്ഷേ ഗുണം പിടിക്കുന്നില്ല. ഗുണം പിടിപ്പിക്കാൻ കൊടുത്തതല്ല. ഏതായാലും ഒരു പാവം പിടിച്ച സഹോദരിക്ക് ഒരു തയ്യൽ മെഷീൻ കൊടുത്തേച്ച് 30 പേരാ ഫോട്ടോയ്ക്ക് നിൽക്കുന്നത്. ഇങ്ങനെയാ നിൽക്കുന്നത്. അവള് 3 തുണി തയ്ച്ചു, ഇനിയും തയ്ക്കുന്നില്ല, തൂജിയും കൈ കൊത്തി കയറി. ഞാനങ്ങ് അടങ്ങുക, അല്ലാതെ എന്നാ ചെയ്യാനാ? കഷ്ടതയുള്ള ദേശം, തിമിരമുള്ള ദേശം, ഹീനതയുള്ള ദേശം. അടുത്ത വായിക്കും. ഇരുട്ടിൽ നടന്ന ജനം. ഇരുട്ട് അന്ധകാര ദേശം. അല്ല കാബൂല് അന്ധകാരമാണ്. അപ്പൊ കഷ്ടത, തിമിരം, ഹീനത, അന്ധകാരമുള്ള ദേശം. എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല, ഒത്തിരി ഉണ്ട് വാക്യങ്ങൾ. ഇനി മത്തായി 4:12 കൂടെ ചേർത്ത് വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. മത്തായി 4:12 മുതൽ താഴോട്ട് വായിച്ചു.
നിങ്ങൾ ചിലർ വചനം ആസ്വദിക്കുന്ന കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തോട്ട് കയറിയത്. ഇല്ല, ആ ഭാഗത്തൊന്നും ഞാൻ കയറുക. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ ആ. അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. ആ. നസറത്ത് വിട്ട സെബൂലൂന്റെ നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള കവർന്നഭൂമി ചെന്ന് പാർത്തു. കവർന്നഭൂമി ഇതെല്ലാം ഈ കാബൂൾ ദേശത്തിൽ പെട്ടതാ. ആ കടൽക്കര, കടലാ കൂടുതൽ. ഗലീല കടല്, അതിനോട് ചുറ്റുവട്ടമുള്ള ദേശം 20 പട്ടണം. ഇതാ ഹീരാമിനെ ശലോമോൻ ഒപ്പിച്ചു കൊടുത്തത്. യേശു അവിടെ വന്നു. അടുത്ത വാക്യം, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ജാതികളുടെ ഗലീല. ഗലീലയിലെ കാനാവില കല്യാണം നടക്കുന്നത്. ജാതികളുടെ ഗലീല. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം, ഇരുട്ടിലിരിക്കുന്ന ജനം. അപ്പോൾ അന്ധകാരമുള്ള ദേശം, ഇരുട്ടിലിരിക്കുന്ന ജനം. അടുത്ത മരണഭീതി എന്നുണ്ട്, വായിച്ചേ. മരണത്തിന്റെ ദേശത്തിലും മരണത്തിന്റെ ദേശം കണ്ടോ? എന്തെല്ലാം കുഴപ്പടിയുള്ള ദേശമായി ഗലീലയിലെ കാന. മരണം നടക്കുന്ന ദേശം, ഇരുട്ടിലിരിക്കുന്ന ദേശം, ഹീനതയുള്ള ദേശം, അവന്റെ തിമിരമുള്ള ദേശം, കഷ്ടതയുള്ള ദേശം. അവിടോട്ടാ യേശു വരുന്നത്. ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ ഹീനത മാറും, നിന്റെ കഷ്ടത മാറും, നിന്റെ നിരാശ മാറും, നിന്റെ മരണഭീതി മാറും. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി അറിഞ്ഞു ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ തിമിരത്തെ മാറ്റി തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നസറായൽ നമ്മുടെ നടുവിൽ കൂടെ നടകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ തിമിരം മാറട്ടെ, ദേശത്തിന്റെ തിമിരം മാറട്ടെ, മരണഭീതികൾ മാറട്ടെ, മരണവീടുകൾ മാറിപ്പോകട്ടെ. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതാ ഗലീലയിലെ കാനാവിലെ കല്യാണം വീട്ടിൽ വരാൻ കാരണം ഇതാ. സ്തോത്രം. അല്ലാതെ ഒരു പണിയില്ല, എന്നാ ഇന്ന് കല്യാണത്തിന് പോയേക്കാം. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ചിലരെ കല്യാണം വിളിക്കണ്ട, കല്യാണക്കുറി വഴി കടന്ന് കിട്ടിയാൽ മതി. മാർത്തോമ്മ പാരീഷ് ആൾ കൊട്ടാരക്കര, നിന്നെ വിളിച്ചതാണ്. ഇല്ല, എനിക്ക് കുറി വഴി കടന്ന് നല്ല പെരുക്കും, എല്ലാത്തിനും അങ്ങ് ദീനവും തരണം. അയ്യോ, എടുക്കുന്ന എടുപ്പ് കാണണം. നാളൊരു തള്ള ബാക്കി വന്നതെല്ലാം കൂടെ ആപ്പിളും എല്ലാം കൂടെ വായിനകത്ത് തെള്ളിക്കയറ്റി കൊണ്ടുപോകുന്നു. ഇങ്ങനെ വെക്കുമല്ലോ. ഓരോരുത്തരുടെ പ്രൗഢിയും പത്രാസും അനുസരിച്ചല്ലേ. ആപ്പിളും മുന്തിരിങ്ങായും എല്ലാം വയ്ക്കുക. തള്ള തിക്കും പൊക്കും നോക്കി വെച്ച് കുറേ എടുത്തു. ഒന്നും അറിയാമല്ലാത്ത ഇങ്ങനെ സൊളിവിൽ മേടി. പണ്ട് BT ജോസഫ് പറയാറുണ്ട്, മാത്തന് പോത്ത് സൊളിവിൽ. സൊളിവിൽ എന്ത് കിട്ടിയാലും എല്ലാത്തിനും അങ്ങ് ദീനമാണ്. ആ ഉള്ള ജ്യൂസ് മുഴുവൻ കുടിക്കും. മുന്തിരിയുടെ കുടിച്ചു, പൈനാപ്പിളിൻ്റെ ഇത് കുടിച്ചു, പിന്നെ അപ്പറേ തണ്ണിമത്തൻ്റെ അതും ഒരു പെരുക്ക്, എല്ലാം എടുത്തു. എന്നിട്ട് പറഞ്ഞ ഭാഷ, എനിക്ക് യോഗത്തിന് വരാൻ മേലെ ഷുഗർ കൂടിയിരിക്കുക. എന്നിട്ട് അന്ന് ഈ മുഴുവൻ കുടിച്ച് എടുത്ത് ആ വറുത്ത് വെച്ചത് മുഴുവൻ സമൂസ, കട്ട്ലേറ്റ്, നല്ല പെരുക്കിയ ചാകത്തോട്ട്. എന്നിട്ട് പാസ്റ്റർമാരെങ്ങാനും ഒരു 10 മിനിറ്റ് മുമ്പോട്ട്, അയ്യോ വിശക്കുന്ന 1 മണിയായി, ഈ നല്ല എടുപ്പെടുത്ത് വെച്ചിരിക്കുക. ചേര പന്നീലിയ വിഴുങ്ങിയതുപോലെ. ഇത് കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത്? അത്രയും പറഞ്ഞാൽ പോരെ? വേണേ ഇനിയും പറയാം. അപ്പൊ യേശു ഈ ഗലീലയിലെ കാനാവിൽ പോകാൻ കാരണം, കർത്താവിടെ ചെല്ലാൻ കാര്യം യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകന്റെ കല്യാണമാണ്. ശലോമിയുടെ മറിയയുടെ സഹോദരി ശലോമിയുടെ മകൻ യോഹന്നാന്റെ കല്യാണം തന്നെ. അതുകൊണ്ടാണ് അമ്മ അവിടെ പോയത്. അമ്മ മാത്രമല്ല, സഹോദരന്മാരും പോയെന്നാ. അല്ലേ, കുടുംബമായിട്ടാണ് അവർ പോയത്. അടുത്ത വാക്യം വായിച്ച സഹോദരനുണ്ടെന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12 വായിച്ച സഹോദരന്മാരുണ്ടെന്നുണ്ട്. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കബർന്നഹൂമിലേക്ക് പോയി. അപ്പൊ അവിടെ കല്യാണ വീട്ടിൽ നിന്ന് പോയി. അവനും അവന്റെ സഹോദരന്മാരും പോയെന്നാ. അപ്പൊ അമ്മയുണ്ടായിരുന്നു, സഹോദരന്മാരും ഉണ്ട്, എല്ലാവരും കൂടെ കല്യാണത്തിന് പോയത്. അങ്ങനെയുള്ളിടത്ത് എല്ലാവർക്കും പോകാം, അല്ലാത്തടത്ത് ഒരാൾ പോകുന്നത് ആ മര്യാദ. വിളിക്കുന്നവർ അന്തസ്സുള്ളത് കൊണ്ട് വിളിക്കുക, എല്ലാവരും വരണം. ഉടനെ ഓട്ടോ നിറച്ചങ്ങ് പോകുകയെന്നോ മര്യാദ. മടക്കാൻ മേലാത്ത തള്ളയും തലയണ 3 എണ്ണം ചാരി വെച്ച് തള്ളയും പോവുക കല്യാണത്തിന്. മര്യാദ വേണ്ടേ? അവരന്തസ്സുള്ളവരുള്ള ആയതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും വരണം. ഉടനെ അങ്ങ് പോവുക. കോച്ചൻ നീ ഇന്ന് സ്കൂളിൽ പോകണ്ട, ആ കല്യാണത്തിന് അവനെയും കയറ്റി. ഇത് അമ്മയുടെ അനിയത്തിയുടെ വീടായതുകൊണ്ടാണ് സഹോദരന്മാരും യേശു എല്ലാവരും കൂടെ ചെന്നു.
കല്യാണ വീട്ടിൽ ചെന്നു. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ഈ ഭാഗം പറഞ്ഞങ്ങ് നിർത്താം, ഇനി അപ്പുറത്തോട്ട് വരാൻ ഒക്കത്തില്ല. അപ്പോൾ കല്യാണ വീട്ടിൽ ചെന്നു. ഈ ദേശം തിമിരമുള്ള ദേശമാണ്, കഷ്ടതയുള്ള ദേശമാണ്, ഹീനതയുള്ള ദേശമാണ്, അന്ധകാരമുള്ള ദേശമാണ്, മരണനിഴലുകൾ ആമൻ താണ്ടുന്ന ദേശമാണ്. യേശു സൂക്ഷ്മം അവിടോട്ടാ വന്നത്. ഇന്ന് രാത്രി നിന്റെ വീട്ടിലോട്ട് യേശു വരുവാ. ദീർഘനാളുകളായി നിന്റെ വീട്ടിൽ മരണത്തിന്റെ കരിനിഴലിട്ട് മൂടുക. മാറാ രോഗം, തീരാ വ്യാധി, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, പിടിമരണങ്ങൾ, കൂടക്കൂടുകളുടെ കെടുമതികൾ, അത് മാറ്റി തീർക്കുവാൻ, അത് തീർത്തു വരുവാൻ ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടിൽ വരിക. അവിടുന്ന് വന്നാൽ നിന്റെ വീടിന് രക്ഷയാ, നിനക്ക് രക്ഷയാ, നിന്റെ തലമുറയ്ക്ക് രക്ഷയാ, നിന്റെ കുടുംബത്തിന് രക്ഷയാ, ദേശത്തിന് രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. അതല്ലേ വായിക്കുന്ന, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് സാക്ഷാൽ വെളിച്ചം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ ജനം. ഇരുട്ടൊഴിഞ്ഞ വഴിയിൽ തിളക്കമങ്ങുദിക്കുന്നു. ഇരുട്ടൊഴിഞ്ഞ തിളക്കമങ്ങുദിക്കുന്നു. വെളിച്ചമാം മശീഹായി വിധം നമ്മിലുദിക്കണം. വെളിച്ചമാം മശീഹായി വിധം നമ്മിലുദിക്കണം. വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങും ഈ സമയത്ത്, വെളിച്ചമാം സാക്ഷാൽ വെളിച്ചമാകുന്ന യേശു. അതുകൊണ്ടാ കർത്താവ് ഈ കാനാവിലെ കല്യാണ വീട്ടിൽ വന്നു. ഞാൻ ഒരു കാര്യവും കൂടെ 9 മണിയായെന്ന് തോന്നല്ലയോ? എന്നോട് ദൈവനാസം പറഞ്ഞൊരു 9, 20, 25 വരെ പൊക്കോളം പറഞ്ഞു. അതുകൊണ്ട് മതി, അത് മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. ഞാൻ 9:45 ഗുണമാകുവോളെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത് മതി, ആവശ്യമുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ഈ വീട്ടിൽ വന്നു, കല്യാണ വീട്ടിൽ. അപ്പൊ ഇത് വരാൻ കാര്യം ഈ ദേശത്തിന്റെ ഹീനതയും കൂടെ മാറ്റാനാ. ഈ കുടുംബത്തിന്റെ തകർച്ച ഉണ്ടെങ്കിൽ അതുകൊണ്ട്, കാരണം ഇവര് അത്ര നമ്മുടെ നാടൻ രീതി പറഞ്ഞ അത്ര സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല ഈ ദേശത്തുള്ളവർ. വിദ്യാഭ്യാസമില്ല. വേറെ കാര്യമുണ്ട്, ഈ ദേശത്ത് നിന്നാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത്. ഈ ഹീനതയുള്ള, കഷ്ടതയുള്ള, തിമിരമുള്ള, മരണഭീതിയുള്ള ഇവിടുത്തുകാരാ. അതല്ല, ഇവരെല്ലാം ഗലീലക്കാരല്ലേ എന്ന് പറഞ്ഞ്, ഇവരെല്ലാം ഗലീലക്കാരല്ലേ, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ടല്ല അപ്പോസ്തലർ 13 പറഞ്ഞത് യോഹന്നാനും പത്രോസും പഠിപ്പില്ലാത്തവരാണ്. അവരെ ആ ദൈവത്തിന് ആവശ്യം. അവിടെ ഉള്ളവരെയാ തിരഞ്ഞെടുത്ത്. കൂടുതലും ശിഷ്യന്മാർ അവിടുത്തുകാരല്ലേ. സ്തോത്രം. ഇനി അതിനകത്ത് വേറൊരു ആത്മീക അർത്ഥം, യേശു വന്നപ്പോൾ ആ ദേശത്ത് വെളിച്ചമായി, അന്ധകാരം മാറി, മരണഭീതി മാറി, ഹീനത മാറി, തകർച്ച മാറി. യേശു വന്നാലേ ഇത് നടക്കൂ. അതിന് മറുവശം പറയാം, കാശുള്ള ഹീരാമെന്ന് ചോദിച്ചു, എനിക്കിത് ബോധിച്ചില്ലെന്ന്. നിന്റെ കാശ് കൊണ്ട് ഇത് മാറ്റാൻ ഒക്കത്തില്ല. ദേശത്തിലെ ധനവാന്മാരാ സോർ നിവാസികള്. സോർ രാജാവിന്റെ കാശ് കൊണ്ടൊന്നും മരണഭീതി മാറ്റാൻ ഒക്കുകയല്ല. എത്ര ഹോസ്പിറ്റലുകളാണ് ഇപ്പോഴും പിന്നെയും പണി മാറ്റുന്നുണ്ടോ? ഏതേലും ഹോസ്പിറ്റൽ മരണത്തെ ജയിച്ചൊരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരിക്കലും മരിക്കല്ലോ. ഒരു ആശുപത്രി പറ, നമുക്കെല്ലാം പോകാൻ രാത്രി തന്നെ, ആരും വീട്ടിൽ പോകണ്ട. എൻ്റെ വണ്ടിയിൽ 5-6 പേരെ കൊണ്ടുപോകാം, വല്ല ചാതി രക്ഷപ്പെടട്ടെ. ഒറ്റ ആശുപത്രി ഇല്ല. അവസാനം അങ്ങേയറ്റം ഇതെല്ലാം ബിസിനസ് ആണല്ലോ ഇപ്പം കൂടുതലും ബിസിനസ്സാണ്. കൂടെ പോകുന്നുണ്ടെന്ന് പറയും, ഇത് പരിശോധിച്ചുകൊണ്ട് വരാൻ. ആർക്കാ? നിങ്ങൾക്ക്. ഞാൻ കൂടെ വന്നതാ. അങ്ങനൊന്നുമില്ല. ഇവിടെ ആര് വന്നാലും
യൂറിൻ പരിശോധിക്കണം, ബ്ലഡ് പരിശോധിക്കണം, ഷുഗർ, പ്രഷർ. ഞാൻ കൂടെ വണ്ടിയെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പുള്ളിയെ ഞങ്ങൾ വേറെ പരിശോധനയുണ്ട് നിങ്ങളുടെ. നമ്മുടെ ചില ആൾക്കാർ ഈ എന്തോ ഈ ഡെമ്പ് വർത്താനം പറഞ്ഞ ആൾക്കാരുണ്ട്. കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ വന്ന് ഇരുന്നാട്ടെ, അമ്മച്ചി എങ്ങനെയാണ് വന്നത്? എൻ്റെ കാറേല തള്ള പൊങ്കടിക്കുന്നതാണ്. അപ്പോൾ അവർ ഡോക്ടറും മറ്റവരും അപ്പോൾ കാറൊക്കെ ഉള്ള തള്ളയാണ്. ഹൃദയത്തിൽ ഒരു മരുന്ന് എഴുതി. കാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്ന് എഴുതിയെന്ന്. പിന്നെ മക്കൾ 5 പേര്. എവിടാ? മൂത്തവൻ കാനഡ, ഒന്നുകൂടെ എഴുതി. രണ്ടാമത്തെ ആൾ ന്യൂയോർക്കിൽ, ഒന്നുകൂടെ എഴുതി. മോളെവിടാ? മോള് UK അടുത്ത കാലത്ത് പോയത്. അവൾ 35 കൊല്ലാട്ട് അവിടെ. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ബിൽഡിംഗ് ഈ തള്ളയെ വെച്ച് പണിയിക്കണം. പുതിയതൊക്കെ പണിതുകൊണ്ടിരിക്കുകയല്ലേ. തള്ള നിന്റെ കാശ് കൊണ്ടായി പണിയുന്നത്. നീ അവിടെ ചെന്ന് പുങ്കത്തരം എല്ലാം കൂടെ പറഞ്ഞ് ബോസൻ അങ്ങ് ചിരി വരുന്ന സത്യാവ ബോസൻ. ബിസിനസ്സാണിത്. പിന്നെ നിങ്ങൾ ചില ശ്രദ്ധിച്ചേ, ആശുപത്രി ചെന്നു, ICUലോട്ട് കയറ്റി, തള്ള മരിച്ചു. പക്ഷെ അവർ നമ്മളെ കയറ്റുകയല്ല. നമ്മൾ 4 മണിയാകുമ്പം 10 മിനിറ്റ് കാണിക്കുക. കണ്ണാടി ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പച്ച തുണി വിരിച്ചാൽ 5-8 എണ്ണം കിടക്കും. നമ്മുടെ ഏതാണോ? ഇതല്ലേ നടക്കുന്നത്? തമാശ പറഞ്ഞതല്ല. നമ്മുടെ തോമസ് കുട്ടി പാസ്റ്ററുടെ അമ്മ പെണ്ണമ്മ കൊച്ചമ്മ, ഏതാ ഞങ്ങൾ വിളിക്കുന്ന തോമസ് കുട്ടി പാസ്റ്റർ, നമ്മുടെ കോന്നിയിലൊക്കെ ഇരുന്ന തോമസ് കുട്ടി പാസ്റ്റർ DP, ഇപ്പോൾ ഇടമണ്ണാന്ന് തോന്നുന്നു, ദ്വാരകയിലാണോ അല്ലേ? പുള്ളിയുടെ അമ്മ ഇരവിപേരൂര് പെണ്ണക്കൊച്ചമ്മ, ബേലിസ് പാസ്റ്ററുടെ അപ്പൻ്റെ പെങ്ങൾ ഇന്നലെ വന്ന്. ഞാനും പോയി കണ്ടതാ. അങ്ങനെ എത്ര സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഒരാളെ ഇവിടെ നിൽക്കാവുള്ളൂ. ഡോക്ടർ പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്? ഇന്നലെ ഇടത്തെ കണ്ണൊന്ന് അനക്കി. ചത്തിട്ട് 3 ദിവസം കഴിഞ്ഞു. ആര് കണ്ണനക്കാനാ? മക്കളും വേണ്ടപ്പെട്ടവർക്ക് അത് കേൾക്കുമ്പം ഇല്ലേ എങ്ങനെയും എന്നാ ആട്ടെ ഡോക്ടറെ. പിന്നെ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഡോക്ടർ എന്നാ പറഞ്ഞു? ഇടത്തെ കണ്ണ് അമ്മയൊന്ന് അനക്കിയിട്ടുണ്ടെന്ന്. മിക്കവാറും നാളെ വലത്തെ കണ്ണുകൂടെ അനക്കാൻ. പിന്നെ നമ്മൾ ചെന്ന് ഡോക്ടറെ ഇന്നങ്ങനെ അനക്കമൊന്നും ഇല്ല, ഞങ്ങൾ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കുമ്പോഴെല്ലാം ആമ്പലിൻ്റെ വള്ളി പോലെല്ലാം തൂങ്ങിക്കിടക്കുക. എത്ര ദിവസം മുമ്പേ പോയതള്ള. അവസാനം പിന്നെ അവരുടെ കാര്യമെല്ലാം പരിഹരിച്ച് കഴിയുമ്പോൾ പറയും ആള് ഒരറ്റാക്ക് കൂടെ വന്നെന്ന്. നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മളെ കാണിച്ചാന്നോ അറ്റാക്ക് വരുന്നത്? അറ്റാക്ക് ആണ്ട് വരുന്നെന്ന് പറഞ്ഞാന്നോ? അവർ പറയാനതാ. ഡെഡ് ബോഡി എല്ലാം എഴുതി കഴിഞ്ഞപ്പം എത്ര രൂപ? 8,16,000. പിന്നെ അച്ഛനെ കണ്ടല്ലേ, കപ്പിയാരെ കണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കണ്ടുമ്പോൾ ഒരു 1,00,000 രൂപ കുറച്ചു. എല്ലാം കൂടെ 1000 രൂപയ്ക്ക് ഇല്ല തള്ള. ഇല്ല, ബിസിനസ്സാണ്. എങ്ങും മരണത്തെ ജയിക്കുന്ന ഒരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടില്ല. ഹീനത മാറ്റാനുള്ള മാർഗവുമില്ല. എന്നാൽ അത് യേശുവിനാൽ നടക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഹീരാം സോർ നിവാസിയാ, ദേശത്തിലെ ധനവാന്മാരാ. പക്ഷെ നിന്റെ കാശിന് നിന്റെ ഹീനത മാറ്റാനൊക്കത്തില്ല, നിന്റെ മരണത്തെ മാറ്റാനൊക്കത്തില്ല, നിന്റെ തിമിരത്തെ മാറ്റാനൊക്കത്തില്ല, നിന്റെ അത് ഭീതിയെ മാറ്റാനൊക്കത്തില്ല. ഇത് മാറ്റാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ശലോമോൻ ജ്ഞാനിയാ. ശലോമോന്റെ ജ്ഞാനത്തിനൊന്നും ഈ ദേശത്തിന്റെ പ്രകൃതി മാറ്റാൻ ഒത്തില്ല. അതുകൊണ്ടല്ലേ മറ്റേ പുള്ളിക്ക് കൊടുത്തത്. പുള്ളിയെ കൊണ്ടൊക്കാത്തോണ്ടല്ലേ അങ്ങോട്ട് ഒപ്പിച്ചു കൊടുത്തത്. ആ ചുള്ളവൻ നടക്കുന്നത്. അവൻ പറഞ്ഞ എനിക്ക് ഒക്കത്തില്ലെന്ന്. നിന്റെ കാശ് കൊണ്ടും നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ ജ്ഞാനം കൊണ്ടും നടപ്പിലാക്കാത്ത വിഷയം യേശുവിനാൽ നടക്കും. ഇന്ന് രാത്രി ആ നസറായ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. യേശുവിനായി സമർപ്പിക്ക്, യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്ക്, യേശുവിൻ്റെ സന്നിധിയിൽ വാ. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന വല്ലഭത്തമുള്ളൊരു ക്രിസ്തുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് അങ്ങ് നിർത്തുക. മതി. ബാക്കി ഒന്നും ഇനി പ്രസംഗിക്കുന്നില്ല.
ഇനി കുണ്ടറസൊണ്ട കൺവെൻഷനൊക്കെ ഉണ്ട്, അന്നേരം ഒക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി ഒക്കെ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. ഇന്ന് രാത്രിയിലെ നമുക്കൊന്ന് സമർപ്പിക്കാം. നിന്റെ തിമിരം മാറ്റുവാൻ, മരണഭീതി മാറ്റുവാൻ, ഇരുട്ട് മാറ്റുവാൻ, ഹീനത മാറ്റുവാൻ, അന്ധകാരം മാറ്റുവാൻ കഴിവുള്ളവനായ യേശു. ആ യേശുവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. അവിടുന്ന് വന്നാൽ വിടുതല, അവിടുന്ന് കടന്നു വന്നാൽ രക്ഷയാ, അവിടുന്ന് വന്നാൽ നീക്കുപോക്കാ. ഇന്ന് രാത്രി ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ താല്പര്യമുള്ളവർ ഒരു നിമിഷം പ്രാർത്ഥിക്ക്. എൻ്റെ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണം, എൻ്റെ പാപത്തെ ക്ഷമിക്കണം, എന്നെ അങ്ങടെ പൈതലാക്കി തീർക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. അങ്ങനെ പ്രാർത്ഥിച്ചവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ സ്നാനം ഇതുവരെ എടുത്തിട്ടില്ലെങ്കിൽ അതിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കണം. ആരേലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയിട്ടോട്ട് ഇപ്പോൾ പോകുന്നില്ല, നിങ്ങളെ സ്നാനപ്പെടുത്തി വെച്ചേ പോകുന്നുള്ളൂ. ഇത് അത്യാവശ്യമാണ്. 3, ആ സ്നാനപ്പെട്ടവര് ആത്മാഭിഷേകം പ്രാപിക്കണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിനാന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. തിരുമേശം എടുക്കണം, വേർപാട് പാലിക്കണം, കൂട്ടായ്മ ആചരിക്കണം. ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങണം. അതിന് ഇന്ന് രാത്രി ദൈവം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അവസരം തരട്ടെ.